ഈ സങ്കീർത്തനത്തിൽ വിശ്വസിച്ച്, ഈ വചനത്തിൽ വിശ്വസിച്ച് ഇന്ന് ദൈവത്തെ ആരാധിച്ച് മടങ്ങി പോകാമെങ്കിൽ ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിന് അനുഭവമായി മാറും. പ്രൈസ് ഗോഡ്. വെറും ഒരു പ്രസംഗം കേട്ട് മടങ്ങിപ്പോകാനല്ല നമ്മൾ വന്നത്. ഒരു പുതിയ പോയിൻ്റ് കിട്ടി മടങ്ങിപ്പോകാനല്ല വന്നത്. ഒരു പുതിയ വിടുതൽ കിട്ടി മടങ്ങാനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഈ സങ്കീർത്തനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് വ്യക്തമായി പറഞ്ഞു, ഇന്ന് ഞാൻ ചിലത് പുതുതായി ചെയ്യുന്ന ദിവസമാണ്. ഹല്ലേലൂയ. സംതിങ് അൺയൂഷ്വൽ വിൽ ഹാപ്പൻ ടുഡേ എന്നാണ് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഇന്ന് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവേ, സാധാരണമല്ലാത്ത അസാധാരണമായ ഒരു കാര്യമെങ്കിലും നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര പേര് ഇരിക്കുന്നുണ്ട്? പ്രൈസ് ഗോഡ്. ദൈവം അത് ചെയ്യട്ടെ. വളരെ ദീർഘമായ ഒരു സങ്കീർത്തനങ്ങളിൽ ഒന്നാണിത്. 35 വാക്യങ്ങളുണ്ട്. ഈ 35 വാക്യങ്ങളും എടുത്ത് ചിന്തിച്ച് പ്രൈസ് ഗോഡ് പോവുകയാണ്. ഇന്ന് വൈകുന്നേരത്തെ മെസ്സേജ് കഴിഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ നിന്നൊരു 7 കാര്യങ്ങൾ നിങ്ങളുടെ മധ്യേ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാരംഭമായിട്ട് ഇതിൻ്റെ മുഖവുര 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ശ്രദ്ധിക്കാം. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാൻ ഒരു കാര്യം നടന്നാൽ മതി, ദൈവം എഴുന്നേറ്റാൽ മതി. പ്രൈസ് ഗോഡ്. ദൈവത്തെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ വേറെ ഒന്ന് കൊടുത്തും അവനെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആരാധന കൊണ്ട് ദൈവം പ്രസാദിക്കുമെന്ന് തിരുവചനത്തിൽ വ്യക്തമായി കാണുന്നു. പ്രൈസ് ഗോഡ്. അപ്പം ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ, ഇന്ന് ദൈവത്തെ ആരാധിച്ച് ഞാൻ മടങ്ങിപ്പോകും, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച്, ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച്, ഒരു ആരാധനയുടെ ഏറ്റവും പരമമായ അനുഭവം എന്ന് പറയുന്നത് ഇസഹാക്ക് മോറിയാമലയിൽ കാണിച്ച ആരാധനയാണ്. പൂർണ്ണമായും അവനവനെ തന്നെ അങ്ങ് സമർപ്പിച്ച് എഴുന്നേറ്റ് പോവുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അബ്രഹാം ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകടുക്കിയ ശേഷം ആ വിറകിന്മേൽ കിടത്തി എന്ന് നമ്മൾ വായിക്കുന്നു. അതിനുശേഷം സ്വന്തം മകനെ അറുക്കാൻ കത്തിയെടുത്തു. ആ സമയത്താണ് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു, അബ്രഹാമേ അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. പ്രൈസ് ഗോഡ്. തീർന്നില്ല, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായികയാൽ. പ്രൈസ് ഗോഡ്. ഒരു മടിയും കാണിച്ചില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ഈ ഇസഹാക്കിനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. പ്രൈസ് ഗോഡ്. ഇസഹാക്ക് ഹല്ലേലൂയ ആ യാഗപീഠത്തിൻ്റെ വിറകിന്മേൽ എത്ര നേരം കിടന്നു കാണും? എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ കിടന്നിട്ടില്ല. 10 മിനിറ്റ്. പക്ഷെ ആ 10 മിനിറ്റ് ഒരു മിനിറ്റായിരുന്നു, ഒരു സമയമായിരുന്നു. ഹല്ലേലൂയ. എപ്പോഴാണ് മൂർച്ചയേറിയ കത്തി കഴുത്തിന് നേരെ വരുന്നതെന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ മുഴുവനും അടുത്ത നിമിഷം ചാരമായി മാറും. പ്രൈസ് ഗോഡ്. യഹോവയുടെ യാഗപീഠത്തിന്മേൽ കിടന്നുകൊണ്ട് ഇസഹാക്ക് ചിന്തിച്ചു കാണും, ഞാൻ ചാരമായി മാറും. മാറിയോ? മാറിയില്ല. വന്നതിനേക്കാൾ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് പോയി. ഇന്ന് പകൽക്കാലം നീ ചാരമായി മാറാനല്ല, നീ ഇല്ലായ്മയായി പോകാനല്ല, നശിച്ചു പോകാനല്ല, വന്നതിനേക്കാൾ ആരോഗ്യത്തോടെ മടങ്ങിപ്പോകാൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇങ്ങോട്ട് വന്നതിനേക്കാൾ സന്തോഷത്തോടെ ഇസഹാക്ക് മടങ്ങിപ്പോയി എന്ന് 2 കാരണമുണ്ട്. ഒന്ന്, ജീവൻ തിരിച്ചു കിട്ടിയത്. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ? ഭൗതികമായ ഒരു കാരണമാണ്. മാമേ, മോരിയ മലയിലോട്ട് കയറുമ്പോൾ 22-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 5-ാം വാക്യം അല്ലേ, ദൂരെ നിന്ന് ആ സ്ഥലം കണ്ടു. 4-ാം വാക്യം. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു.
അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. അതും ചുമന്നുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഇറങ്ങി പോകുമ്പോഴോ ചുമടില്ല. വന്നതിനൊക്കെ സന്തോഷത്തോടെയാണോ? ഹല്ലേലൂയ. വന്നപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചു. യഹോവ കരുതിക്കൊള്ളുമെന്ന് കേട്ടതേ ഉള്ളൂ, അറിയത്തില്ലായിരുന്നു. എന്നാൽ മലമുകളിൽ കയറി ആരാധനയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ രണ്ട് കാര്യം മനസ്സിലായി. ഒന്ന്, എൻ്റെ ദൈവം കരുതുന്ന ദൈവം തന്നെയാണ്. രണ്ടാമതൊരു കാര്യം കൂടെ മനസ്സിലായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ചുമട്ടിൽ 60-70 കിലോ വരുന്ന വിറകിന്റെ കെട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ഇറങ്ങി പോകുന്നത് വെറുതെ അല്ല. ഈ കെട്ട് താഴെ ഇറക്കി വെച്ച് കയ്യും വീശി ഇറങ്ങുകയാണ്. ഭാരത്തോടെ ഇവിടെ വന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് ആരാധന കഴിഞ്ഞ് അങ്ങനെ വേണം മടങ്ങിപ്പോകാൻ. നീ കൊണ്ടുവന്ന ഭാരങ്ങൾ ഇനി തിരിച്ചു കൊണ്ടുപോകാനല്ല, അത് ഇറക്കി വെച്ച് മടങ്ങിപ്പോകാൻ, അത് ഇട്ട് മടങ്ങിപ്പോകാൻ, ഈ മോരിയാമലയിൽ അത് ഇട്ടു മടങ്ങിപ്പോകാൻ. ഇന്ന് ഈ ആരാധന ആലയത്തിൽ നീ വന്നതെങ്കിൽ നിന്റെ സകല ഭാരങ്ങളും ഇവിടെ ഇട്ടിട്ട് മടങ്ങിപ്പോകാൻ. ആമേൻ. അപ്പൊ ഇന്ന് പകലത്തെ ആരാധനയിൽ പ്രൈസ് ഗോഡ് ഇസഹാക്കിനെ പോലെ കൊണ്ടുവന്ന സകലതും ഇട്ടിട്ട് വേണം പോകാൻ. മാത്രമല്ല തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? കരുതുന്ന ഒരുവനുണ്ട് എന്ന അനുഭവവുമായി. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി കരുതുന്നവൻ, എന്നെ കരുതുവാൻ കാപ്പാൻ യേശു പാടിയതെന്നാ? മതിയായവൻ. ഇനി എൻ്റെ ഭാരം എന്തു ചെയ്യും? അവൻ്റെ ചുമലിലോട്ട് വെച്ച് ഞാൻ കയ്യും വീശി നടന്നു പോകും യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം കർത്താവെ, ചില ഭാരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന്, ചില ഭാരങ്ങൾ ഇന്ന് യേശുവിൻ്റെ മുമ്പിലിട്ട് കർത്താവെ മടങ്ങിപ്പോകാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പം ഇതിൻ്റെ എല്ലാം ഇന്ന് വരുന്നുണ്ട്. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. എന്നിട്ട് എങ്ങനെ ചിതറുമെന്നറിയാമോ? വായിച്ചേ. അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. രണ്ട് എക്സാമ്പിളാണ് കൊടുത്തിരുന്നത്. ഒന്ന്, പുക പതറുന്നത് പോലെ പാറിപ്പോകുന്നു. രണ്ട്, തീയിങ്കൽ മെഴുക ഉരുകുന്നത് പോലെ നശിച്ചു പോകുന്നു. പ്രൈസ് ഗോഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്നറിയാമോ? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കടലാസെല്ലാം കൂടെ കത്തിച്ച് പുകയുണ്ടാക്കണം. ഈ പുക എങ്ങോട്ട് പോകുന്നത് നോക്കി ഒരു കാര്യം മനസ്സിലായി. ഇത് പുക പൊങ്ങുന്നിടത്ത് ഭയങ്കര കട്ടിയിൽ അങ്ങോട്ട് പൊങ്ങും. പിന്നെ അതങ്ങോട്ടും ഉയർന്ന് കുറച്ച് ചെല്ലുമ്പോൾ അതിങ്ങനെ കൂർത്ത് വരും അറ്റം. പ്രൈസ് ഗോഡ്. താഴെ വലിയ പരന്ന തുടങ്ങുന്നത്. പക്ഷെ മുകളിലോട്ട് വരുന്തോറും അങ്ങ് ഷാർപ്പായി അങ്ങ് കൂർത്ത് ഒരു കാര്യം കാണാൻ സാധിക്കും. പിന്നെ കാണാനില്ല. നിന്റെ ജീവിതത്തിൽ ഇതുപോലെ നിന്റെ ചുറ്റും കട്ട പിടിച്ച് നിൽക്കുന്ന, നിന്റെ ചുറ്റും വളഞ്ഞു നിൽക്കുന്ന വിഷയങ്ങൾ ദൈവം എഴുന്നേറ്റാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, അത് അങ്ങോട്ട് പൊങ്ങി പിന്നെ അത് എവിടെ പോയെന്ന് കാണാൻ കഴിയാതെ കൊണ്ട് നിന്റെ ശത്രു, നിന്റെ പ്രശ്നം, നിന്റെ ഭാരം, നിന്റെ കഷ്ടം, ഹല്ലേലൂയ, ഇന്ന് പകല് മാറിപ്പോകുന്ന കാഴ്ച വിശ്വാസ കണ്ണുകൊണ്ട് എത്ര പേർക്ക് കാണാൻ സാധിക്കുന്നു എനിക്കറിയത്തില്ല. ഞാൻ കാണുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ എതിരായി നിൽക്കുന്ന സകല പോരാട്ടങ്ങളും യേശുവിന്റെ നാമത്തിൽ ഉരുകി മാറട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലുകളൊക്കെ പ്രാപിച്ചേക്കുന്നത് ആരാധനയുടെ മധ്യത്തിലാണ്. അത് ചുമ്മാതല്ല, ആ വിടുതൽ നടക്കുന്നത് കണ്ടിട്ടാണ് ആരാധന ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഇന്ന് പകൽക്കാലം നിൻ്റെ ജീവിതത്തിൽ ചിലത് അവൻ ഹല്ലേലൂയ വളഞ്ഞു നിന്നത്, പുക പോലെ നിന്നത്, അവൻ പാറിപ്പോകത്തക്കവണ്ണം, ദൈവത്തിൻ്റെ സ്തോത്രം, അവൻ ഇനി എങ്ങോട്ട് പോയി എന്നറിയാത്ത വണ്ണം, വന്ന സ്ഥലം എനിക്കറിയാം, പക്ഷെ എങ്ങോട്ട് പോയെന്നറിയാതെ വണ്ണം ഒന്നും വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ഈ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് വരുമെന്ന് വിശ്വസിച്ച് മടങ്ങിപ്പോകാൻ സാധിച്ചപ്പോഴൊക്കെ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഒന്ന്, പുക. രണ്ടാമത്, തീയിങ്കൽ മെഴുക ഉരുകുന്നത് പോലെ. നിങ്ങൾ കുറച്ച് മെഴുകുതിരി മേടിച്ച പോപ്പുലർ കാൻഡിൽസിൻ്റെ ആയാലും വേണ്ടുകയില്ല, അത് മേടിച്ചിട്ട് തീ അങ്ങോട്ട് കത്തിച്ചിട്ട് ഈ മെഴുകുതിരി അതിൻ്റെ അടുത്ത് വെച്ച് നോക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മെഴുക അങ്ങോട്ട് ഉരുകാൻ തുടങ്ങും. ഉരുകി പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര നോക്കി നിന്നാലും ഇതെങ്ങോട്ട് പോയെന്ന് കാണത്തില്ല. ഇന്ന് നിനക്കെതിരായി നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ആരാധനയുടെ തീയിൽ, സ്തുതിയുടെ തീയിൽ, യാഗപീഠത്തിൽ കത്തുന്ന ആരാധനയുടെ തീയിൽ
എങ്ങോട്ട് പോകുന്നെന്ന് കാണത്തില്ല. പ്രൈസ് ഗോഡ്. അപ്പം ഇന്നത്തെ ആരാധനയിൽ ഇങ്ങനത്തെ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടക്കണം. ഒന്ന് പുക എങ്ങോട്ട് വന്നത്, 2 മെഴുക് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അതുപോലെ എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ ദൈവം എഴുന്നേൽക്കണം. ദൈവം എഴുന്നേൽക്കണമെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അവനെ മഹത്വപ്പെടുത്തണം. അപ്പോൾ ഇന്നിവിടെ വന്ന നിങ്ങളെല്ലാവരും ഒരു വർഷിപ്പ് സ്പിരിറ്റിലിരിക്കണം. വർഷിപ്പിംഗ് സ്പിരിറ്റ്, ആരാധിക്കുന്ന ഒരു അനുഭവത്തോടെ. ഹല്ലേലൂയ. അങ്ങനെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ഈ 7 കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം നമ്മൾ ദൈവസന്നിധിയിലേക്ക് വയ്ക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. 1, 3-ാം വാക്യം. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. നീതിമാന്മാർ സന്തോഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉല്ലസിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം. അതെ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. ദൈവത്തെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആനന്ദിക്കും എന്നുള്ളത് നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ വെറുതെ ആനന്ദിക്കാൻ പറ്റും, പിന്നെ സന്തോഷത്തോടെ ആനന്ദിക്കാൻ പറ്റും, പിന്നെ ദുഃഖത്തോടെ പറ്റും. പ്രൈസ് ഗോഡ്. 2 വിധത്തിലുള്ള ആനന്ദം ചുരുക്കം നമുക്കറിയാം. വെറുതെ ആനന്ദിക്കാം, സന്തോഷത്തോടെ ആനന്ദിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകം ശരിക്ക് ഞാനൊരു കാലത്ത് ഈ വിഷയം ആഴത്തിൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ദൈവത്തിന് സ്തോത്രം, സങ്കീർത്തനം 14-ന്റെ 7-ാം വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം ഈ 2 സബ്ജക്റ്റ് ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കാനിടയായി. സങ്കീർത്തനം 14-ന്റെ 7 എന്ന് വായിച്ച്. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇവിടെ മലയാളത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിനകത്ത് ഒരു പങ്ക്ച്വേഷൻ ഇല്ല. ഉണ്ട്, ആ പങ്ക്ച്വേഷൻ ഫുൾ കോളനാണ്. എന്നാൽ ഇംഗ്ലീഷിനകത്ത് സയൺ എന്ന വാക്ക് കഴിഞ്ഞിട്ട് ഒരു പങ്ക്ച്വേഷൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ നിന്ന് കാണുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഇട്ടിരിക്കുന്ന ഒരു എക്സ്ക്ലമേറ്ററി മാർക്കാണ്. ആശ്ചര്യചിഹ്നമാണ്. ഇങ്ങനെ മലയാളത്തിൽ വായിച്ചാൽ സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ഒരു ആശ്ചര്യചിഹ്നം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആശ്ചര്യചിഹ്നം അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ചൂണ്ടിക്കാണിക്കുന്നത് എന്നറിയാമോ? വരാൻ, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്, പക്ഷെ സംഭവിച്ചാൽ അതൊരു സംഭവമായിരിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ഇന്ന് പകല് ആമേൻ ഹല്ലേലൂയ. സാധാരണഗതിയിൽ ദൈവം നമ്മിൽ പ്രസാദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ കയ്യിലിരിപ്പും നമ്മുടെ ജീവിതവും ഒക്കെ അങ്ങനെ, നമ്മുടെ സ്വഭാവവും എല്ലാം അങ്ങനെ. പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ ഇന്ന് വൈകിട്ടത്തെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം നാക്കാണ്. ഈ നാക്കിനെ കുറിച്ച് രാവിലെ ഇരുന്ന് കുറേ ഞാൻ പഠിച്ചു. ഇത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, എൻ്റെ തമ്പുരാനെ ഈ നാക്കുകൊണ്ടാണല്ലോ പാടുന്നത്, ഈ നാക്കുകൊണ്ടാണല്ലോ സ്തോത്രം പറയുന്നത്, ഈ നാക്കുകൊണ്ടാണല്ലോ ഹല്ലേലൂയ പറയുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകല് അവസാനം ഞാൻ അതിങ്ങനെ പഠിച്ച് എനിക്ക് വന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാക്കുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കലാണ്. നാക്കുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും അധമമായ പരിപാടി എന്ന് പറഞ്ഞാൽ കുറ്റം പറയലാണ്. മറ്റുള്ളവരുടെ കുറ്റം പറയലാണ് നാക്കുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും അധമമായ പരിപാടി. വമ്പ് പറയുന്നത് പോലും വലിയ വിഷയമല്ല. ഞാൻ വലിയ ആളാണെന്ന് അല്ലെങ്കിൽ പൊങ്ങച്ചം പറഞ്ഞാലും ആർക്കും വേറെല്ലാം കുഴപ്പമുണ്ടോ? അപ്പം ഞാനിവിടെ നിന്ന് എന്തെല്ലാം പൊങ്ങച്ചം പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് കൂടി ഒന്ന് ചിലപ്പോൾ എന്നെ കളിയാക്കുക, ഒരു പൊങ്ങച്ചക്കാരൻ വന്നേക്കുന്നത് പറയുമായിരിക്കും. അപ്പോൾ ഈ വമ്പ് പറയുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പവുമില്ല, വേറെ ആർക്കും കുഴപ്പമില്ല. പക്ഷേ പമ്മി ഇരുന്നുകൊണ്ട് പ്രൈസ് ഗോഡ് സ്തോത്രവും ഹല്ലേലൂയയും ആരാധനയും ഒക്കെ നടത്തുന്ന ആൾ അവസരം കിട്ടുമ്പോൾ കൂട്ടുവിശ്വാസിക്കെതിരായി ഒരു കുറ്റം പറയുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അതിപരാധമമായി നാക്കിന് വേറെ ഒരു ഉപയോഗം ഇല്ല. പ്രൈസ് ഗോഡ്. ഞാനിങ്ങനെ സ്റ്റഡി വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്നറിയാമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ ശുശ്രൂഷയുടെ കാര്യം തന്നെ ഞാൻ പറയാം. പുൾപിറ്റിൽ നിന്ന് ഒരാൾ പ്രസംഗിച്ചെന്നിരിക്കട്ടെ,
പ്രസംഗത്തെ കുറ്റം പറയുന്നതിനേക്കാൾ കുറ്റം പറയുന്നത് ആരെയായിരിക്കും? പ്രസംഗിച്ചവനെയായിരിക്കും. പ്രസംഗത്തിൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്നതിനേക്കാൾ പ്രസംഗിച്ചവൻ്റെ കുറ്റമാണ് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പലപ്പോഴും ദൈവത്തിന് ആരാധന കഴിഞ്ഞിട്ട് പോലും നമ്മുടെ മെയിൻ ബിസിനസ് പലർക്കും കുറ്റം പറച്ചില്ല. പ്രൈസ് ഗോഡ്. ഒരു യാത്ര പോയാൽ ആ യാത്രയുടെ അങ്ങോളം ഇങ്ങോളം മെയിൻ നടക്കുന്ന പരിപാടി കുറ്റം പറച്ചിലാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരു സർവേ നടത്തിയിട്ട് ഞാൻ ഇങ്ങനെ വായിച്ച് കണ്ടത് ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം, ഒരു സാധാരണ വ്യക്തി, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഒരു ദിവസം സംസാരിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം എഴുതി വയ്ക്കാമെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഒരു മാസം 400 പേജുള്ള 120 ബുക്ക് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. 400 പേജുള്ള 120 ബുക്ക്. ഞാൻ ആലോചിച്ച, എൻ്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഒരു 120 നല്ല ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള കാലം നമുക്കുണ്ടല്ലോ. അവനവൻ കൈ കഴുകിക്കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതെല്ലാം കൂടെ എടുത്തങ്ങോട്ടൊന്ന് വച്ചാൽ, ഇത് നാട്ടുകാരെ കുറ്റം പറയൽ മാത്രമല്ല, വീട്ടിൽ ഭാര്യയെ കുറ്റം പറയുന്നതും മക്കളെ കുറ്റം പറയുന്നതും അപ്പൻ അങ്ങോട്ട് കുറ്റം പറയുന്നതും അമ്മ അങ്ങോട്ട് കുറ്റം പറയുന്നതും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്ന സെൻറ്റൻസുകൾ, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന സെൻറ്റൻസുകൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മാത്രമല്ല, ജീവനുള്ളതിനെ മാത്രമല്ല, ജീവനില്ലാത്തതിനെയും ബ്ലെയിം ചെയ്യുന്ന സെൻറ്റൻസുകൾ. പ്രൈസ് ഗോഡ്. ഒരു സാധനം താഴെ വീണ് കഴിഞ്ഞാൽ വലിച്ച് താഴെ ഇട്ടതാണ്, എന്നിട്ട് പറഞ്ഞു ആ ആണി അവിടെ ശരിക്കും തറച്ചില്ലെന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു മരത്തേലെ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, കയറി പിടിച്ച് ഒടിഞ്ഞു പോയാൽ ഞാൻ വിചാരിച്ചത് മരത്തിന് ബലം ഉണ്ടായിരുന്നെന്നാണ്. കുറ്റം മരത്തിൻ്റെ, ഞാൻ കയറി പിടിച്ചതല്ല. അങ്ങനെ അങ്ങോട്ട് കണക്കാക്കിയാൽ പ്രൈസ്, ചിലർ നിർജ്ജീവമായ കാര്യങ്ങളെ കുറ്റം പറയുന്നത്, മറ്റു ചിലർ മൃഗങ്ങളെ കുറ്റം പറയുന്നത്, മറ്റു ചിലർ മനുഷ്യരെ കുറ്റം പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം കൂടെ നോക്കിയാൽ 400 പേജുള്ള 120 ബുക്കിൽ എഴുതാനുള്ളത് ഒരു മാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും പ്രൈസ് ഗോഡ്, ചിലർക്ക് 1200 കാണുമായിരിക്കും. പോട്ടെ, ആ വിഷയം വിടുക. ദൈവത്തിന് സ്തോത്രം. അപ്പം മനുഷ്യന് ദൈവത്തിന് സ്തോത്രം ഇന്ന്, ഹല്ലേലൂയ, ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രവൃത്തി, എൻ്റെ നാവ് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കും. ദൈവം എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ നടത്തും. പക്ഷേ സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, ഹല്ലേലൂയ, ആശ്ചര്യജനമായത് അതുകൊണ്ടാണ്. നമ്മുടെ സംസാരം മാത്രം എടുത്ത് കോട്ട് ചെയ്താൽ നമുക്കെതിരെ ആമീൻ പ്രൈസ് ദി ലോർഡ് വിധി പറയാനുള്ളത് മുഴുവൻ അതിനകത്തുണ്ട്. പക്ഷേ ദൈവകൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട്, പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ച്, ഹല്ലേലൂയ, ഞാൻ ആദ്യം പറഞ്ഞില്ല, എനിക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ നല്ലവനല്ലോ. പ്രൈസ് ഗോഡ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ, ഹല്ലേലൂയ, ആശ്രയിച്ചുകൊണ്ട് ദൈവവചനപ്രകാരം അവനെ ആരാധിക്കുന്നവർക്ക് ദൈവം അനുകൂലമായി എഴുന്നേൽക്കുമ്പോൾ സിയോനിൽ നിന്ന് ദൈവത്തിൻ്റെ രക്ഷ വരികയും ജനത്തിൻ്റെ സ്ഥിതി മാറ്റുകയും ചെയ്യും. അപ്പം ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ വരുന്നതാണ് യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. സിയോനിൽ നിന്ന് ദൈവത്തിന് രക്ഷ വന്നാൽ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. അപ്പോൾ സന്തോഷത്തോടു കൂടി ആനന്ദിക്കുമെന്ന് നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തന ഭാഗം മറക്കല്ലേ. സന്തോഷത്തോടു കൂടി ആനന്ദിക്കണമെങ്കിൽ ഈ വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാക്കോബിനാണ് സന്തോഷം, ഇസ്രായേലിനാണ് ആനന്ദം. യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ഒരു മനുഷ്യൻ്റെ തന്നെ, പ്രൈസ് ഗോഡ്, ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബ് എന്ന് പറയുന്ന രണ്ടാമത്തെ മകൻ്റെ, ഇളയ മകൻ്റെ 2 പേരാണ് ഇത്, യാക്കോബും ഇസ്രായേലും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ദൈവത്തിന് സ്തോത്രം. കാരണം എന്നറിയാമോ? യാക്കോബ് എന്ന പേര് ആരിട്ടതാ? അപ്പനിട്ടത്. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ എന്ന പേരോ ദൈവം ഇട്ടതാ. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ആ വാക്യം വായിക്കാം. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ അപ്പൻ പേരിട്ടവൻ സന്തോഷിക്കും, ദൈവം പേരിട്ടവൻ ആനന്ദിക്കും.
ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, സന്തോഷം വരുന്നത് ഭൗതികമായ നന്മകൾ വരുമ്പോഴാണ്. വീട് മേടിക്കുമ്പോൾ സന്തോഷം വരും, കാറ് മേടിക്കുമ്പോൾ സന്തോഷം വരും, നല്ലൊരു ഉടുപ്പ് കിട്ടിയാൽ സന്തോഷം വരും, കല്യാണം നടക്കുമ്പോൾ സന്തോഷം വരും, ബർത്ത്ഡേയിൽ സന്തോഷം വരും, കേക്ക് മുറിക്കുമ്പോൾ സന്തോഷം വരും, ദൈവം ടൂറ് പോകുമ്പോൾ സന്തോഷം വരും, ഹല്ലേലൂയ, പരീക്ഷയിൽ ജയിച്ചാൽ സന്തോഷം വരും. അങ്ങനെ ഈ ലോകത്തിലെ പല കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ വരുന്ന ഒരു ആഹ്ലാദമുണ്ട്, അതാണ് സന്തോഷം. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം എനിക്ക് വേണ്ടി ഹല്ലേലൂയ നിത്യതയിൽ നിലനിൽക്കത്തക്കവണ്ണം എന്തെങ്കിലും ചെയ്തെന്നൊരു ബോധം വരുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ വരുന്ന ഒരു ആനന്ദമാണ്, ഒരു ആഹ്ലാദമുണ്ട്, അതാണ് ആനന്ദം. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളെ, രണ്ട് കാര്യം നമുക്ക് ഉറപ്പാണ്. ഇവിടെ വെച്ച് അനുഗ്രഹമുണ്ട്, വരുവാനുള്ള നിത്യതയിൽ നമുക്കൊരു അനുഗ്രഹമുണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ വിടുതലുകൾ നടത്തി ഇന്ന് പകൽക്കാലം നമ്മൾ മടങ്ങിപ്പോകും. ഇന്ന് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ട് മടങ്ങിപ്പോകും. നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കണ്ട് നമ്മൾ മടങ്ങിപ്പോകും. അങ്ങനെ മറുപടി കിട്ടാൻ വേണ്ടി ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം കൂടെ ഉറപ്പാണ് നമുക്ക്. ദൈവത്തിന് സ്തോത്രം, ഇവിടെ വെച്ച് 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ ഒരു നിത്യജീവനും പ്രാപിക്കത്തക്കവണ്ണം നമ്മൾ യോഗ്യത പ്രാപിച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഈ രണ്ട് അനുഭവങ്ങളിൽ കൂടെയുള്ള സന്തോഷം ഉണ്ടാകുന്നത്, ആഹ്ലാദം ഉണ്ടാകണം. അതാണ് സങ്കീർത്തനത്തിൽ വായിച്ചത്. സന്തോഷത്തോടു കൂടി 68:3. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. അതെ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആത്മീയമായ സന്തോഷവും ഭൗതികമായ സന്തോഷവും ഒരുമിച്ച് അനുഭവിക്കും. ഇന്ന് ആരാധന കഴിയുമ്പോൾ എൻ്റെ ഭൗതിക വിഷയങ്ങൾക്കും ആത്മീയ വിഷയങ്ങൾക്കും ഒരുപോലെ ഒരു വിടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഈ ഫെബ്രുവരി മാസം 2011 ഫെബ്രുവരി മാസം 2-ാം മാസം 1-ാമത്തെ ആഴ്ച തന്നെ എൻ്റെ സകല ഭൗതിക വിഷയങ്ങൾക്കും എൻ്റെ ദൈവം എന്നെ സഹായിക്കും. എൻ്റെ ആത്മീയ വിഷയങ്ങൾക്ക് ദൈവം എന്നെ സഹായിക്കും. ഞാൻ ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ഒരു വിഷയവും ഇനി എന്നെ അലട്ടാതെ വണ്ണം ധൈര്യത്തോടെ മടങ്ങിപ്പോകും. ഒരു ഭൗതിക വിഷയം ഞാൻ പേടിക്കാനില്ല, ഒരു ആത്മീയ വിഷയം ഞാൻ പേടിക്കാനില്ല. എൻ്റെ ദൈവസന്നിധിയിൽ ഈ രണ്ട് അനുഭവം പ്രാപിച്ച് ഞാൻ മടങ്ങിപ്പോകും. ഞാൻ സന്തോഷത്തോടെ ആനന്ദിച്ച് മടങ്ങിപ്പോകുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ സാധിക്കുന്നവർ എത്ര പേർ വന്നിട്ടുണ്ട്? ഞാൻ സന്തോഷത്തോടെ ആനന്ദിച്ച് മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ സന്തോഷമാണ് 4-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. ധാന്യവും വീഞ്ഞും 4:7 ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആ സന്തോഷം വർധനവിൽ നിന്നുള്ള സന്തോഷമല്ല, വർദ്ധിച്ചാലും വർദ്ധിച്ചില്ലെങ്കിലും എൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. അത് ദൈവം എനിക്ക് തന്നു. ഇന്ന് പകല് ദൈവത്തെ സ്തോത്രം, സന്തോഷം മാത്രം പ്രാപിച്ചു മടങ്ങിയാൽ പോരാ, ചില ആനന്ദ വിഷയങ്ങളും കൂടെ കണ്ട് മടങ്ങി പോകാനിടയായി തീരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചില വിഷയത്തിന് ഇന്നിവിടെ വന്നത് ചിലപ്പോൾ ചില രോഗത്തിൻ്റെ വിഷയത്തിനായിരിക്കും, ചിലപ്പോൾ സാമ്പത്തിക വിഷയത്തിൽ വിടുതലിനായിരിക്കും, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ തലമുറയുടെ മാത്രമല്ല വീടിൻ്റെ വിഷയത്തിൻ്റെ ഒരു വിടുതലിനായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വിടുതൽ എത്ര കിട്ടിയാലും അത് ഈ ലോകത്തിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. എന്നാൽ അതിൻ്റെ കൂടെ വേറൊരു വിടുതലുണ്ട്. ആ വിടുതൽ ഏതെന്ന് അറിയണമെങ്കിൽ യെശയ്യാ പ്രവചനം, നമ്മൾ കഴിഞ്ഞ മാസം ചിന്തിച്ചുകൊണ്ടിരുന്ന യെശയ്യാ പ്രവചനം 12-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ്. നമ്മൾ സബ്ജക്റ്റ് മനസ്സിലാക്കണം, ആനന്ദവും സന്തോഷവും. യെശയ്യാ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒന്നാമത് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സങ്കീർത്തനത്തിൽ വായിച്ച സന്തോഷത്തോടെ ആനന്ദിക്കണമെങ്കിൽ ഒന്നാമത് നമുക്ക് കിട്ടേണ്ട ഒരു ഉറപ്പ്, ദൈവത്തിന് എന്നോടുള്ള കോപം മാറി. പ്രൈസ് ഗോഡ്. അതൊരു ഭയങ്കര ഉറപ്പാണ് കേട്ടോ. ദൈവത്തിന് എന്നോടുള്ള കോപം മാറി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കോപം, ദൈവകോപം
എന്നിലും നിങ്ങളിലും വരുമ്പോഴാണ് നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ എടുക്കല്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കത്തക്കവണ്ണമുള്ള അനുഭവത്തിൽ ദാവീദിനെ പോലെ നമ്മൾ എത്തിച്ചേരുന്നത്. പ്രൈസ് ഗോഡ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, വ്യക്തമായും അറിയാവുന്ന പാപങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ള ബോധം അകത്ത് വരുമ്പോൾ, പ്രൈസ് ഗോഡ്, എൻ്റെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും വന്നു എന്ന് ഉറപ്പുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ സാധിക്കും, യഹോവേ നിന്റെ കോപം ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ദൈവം നമ്മോട് കോപിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മാറ്റം വരണം. പ്രൈസ് ഗോഡ്. ദൈവം കോപിച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം എന്നോട് പ്രസാദിക്കുന്ന അനുഭവം വരണം. അതിനെന്ത് ചെയ്യണം? കയീനോട് കർത്താവ് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വാക്യം പറഞ്ഞു വായിച്ചേ. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ, 7-ാം വാക്യം, 4:7, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? പ്രസാദമുണ്ടാകുകയില്ലയോ? ദൈവത്തിന്റെ കോപം മാറി പ്രസാദമുണ്ടാകണമെങ്കിൽ നന്മ ചെയ്യണം. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പാപം വാതിൽക്കൽ കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ, പ്രൈസ് ഗോഡ്, പാപത്തിന്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവകോപത്തിൽ നിന്ന് വിടുതൽ കിട്ടത്തുള്ളൂ, ദൈവപ്രസാദം കിട്ടത്തുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ഏറ്റവും വലിയ കുഴപ്പം എന്തെന്നറിയാമോ? ദൈവവചനം പാപമെന്ന് പറയുന്നത് നമുക്ക് പാപമല്ല. പലർക്കും ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പാപമെന്ന് എഴുതിയിട്ടുള്ളത് പലതും ഇന്ന് വിശ്വാസികൾക്ക് പലർക്കും പാപമല്ല. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആദ്യം നമുക്കുണ്ടാകേണ്ട രൂപാന്തരം എന്ന് പറയുന്നത് ദൈവവചനം തെറ്റ് എന്ന് പറയുന്ന വിഷയം, അതേ കർത്താവേ അത് തെറ്റ്, അത് പാപമാണ് എന്ന് ഏറ്റുപറയുന്നൊരു മനസാക്ഷി നമുക്കുണ്ടാകണം. നമ്മൾ പാപം ഏറ്റുപറയുന്നതിന് മുമ്പ്, നമ്മുടെ പാപം ഏറ്റുപറയുന്നതിന് മുമ്പ്, അത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. 51-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം വായിച്ചേ. തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറഞ്ഞ ദാവീദ്, ദൈവത്തിൽ നിന്ന് പാപക്ഷമിച്ച് ലഭിച്ച ദാവീദ് പാപം ചെയ്തപ്പോൾ എഴുതിയ 51-ാം സങ്കീർത്തനത്തിന് 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അടുത്ത വാക്യം, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്നെ നന്നായി കഴുകി എന്നെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എന്ന് പറഞ്ഞിട്ട്, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. ഒന്ന്, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാപം ജീവിതത്തിൽ വന്ന് ജയമെടുത്തു കഴിഞ്ഞാൽ ആ പാപം ലംഘനങ്ങളെ അറിഞ്ഞ്, യഥാവേ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അടുത്തത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നല്ല ബോധ്യം വേണം. ഈ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് പെന്തക്കോസ്തുകാരൻ പലപ്പോഴും ക്ഷമ ചോദിക്കാൻ ചെല്ലുമ്പം ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചോണമെന്ന് പറയുന്നത്. ഞാൻ ചെയ്തു എന്നുള്ള ബോധ്യം വരാതെ, ഞാൻ ഇന്ന വിഷയങ്ങളിൽ തെറ്റിപ്പോയെന്നുള്ള ബോധ്യം വരാതെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാവീദ് ശൗലിൻ്റെ വസ്ത്രാഗ്രഹം മുറിച്ചെടുത്തപ്പോൾ അവൻ്റെ ഹൃദയം കുത്തിത്തുടങ്ങി. ഇന്ന വിഷയത്തിൽ എൻ്റെ ഹൃദയത്തിന് കുത്തുകൊണ്ട അനുഭവം ഉണ്ടാകണം. പെന്തിക്കോസ്തുകാരുടെ അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? പാപത്തിൻ്റെ ഗൗരവം കുറച്ച് കാണിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കാൻ പോകല്ലേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. പ്രൈസ് ഗോഡ്. പാപത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെയുള്ള ഏറ്റുപറച്ചിൽ കുമ്പസാരത്തിന് തുല്യമാണ്. അങ്ങനത്തെ കുമ്പസാരക്കാരല്ല നമ്മൾ. കുമ്പസാരിക്കുന്ന ഇന്ന് കുമ്പസാരിച്ച് നാളെ അത് തന്നെ ചെയ്യും, അടുത്ത ആഴ്ച കുമ്പസാരിച്ചും പിന്നെ അത് തന്നെ ചെയ്യും. എന്നാൽ
പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പാപം എൻ്റെ ജീവിതത്തിൽ വാഴാൻ ഇടയാകരുത്, ഇത് ഭയങ്കരമാണ് എന്ന ഒരു വിചാരമുണ്ടാകണം. പ്രൈസ് ഗോഡ്. ഈ പോരാട്ടം, കെട്ട് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ, ഹല്ലേലൂയ, നമുക്ക് നേരെ വരുന്ന യുദ്ധം മാത്രമല്ല. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. നീ ചില വിഷയങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും ജയമെടുക്കാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന വിഷയങ്ങൾ തെറ്റ്, പാപം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ, ഇത് പിന്നെയും ചെയ്യാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തീർന്നില്ല. പാപത്തിൽ രസിക്കുന്ന അനുഭവം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കുറ്റം പറയുന്ന പാപമാണ് നമുക്കറിയാം. പക്ഷേ നമ്മൾ പാപം കുറ്റം പറഞ്ഞങ്ങ് രസിക്കുക. പിന്നെയും ദൈവമക്കളെ, ഹല്ലേലൂയ, ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് ദൈവകോപത്തിൽ നിന്ന് ഒഴിവാകത്തക്കവണ്ണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പാപങ്ങളെയാണ്. യോഹന്നാൻ ലേഖനത്തിൽ വ്യക്തമായി പറയും, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ആദ്യം ദൈവസന്നിധിയിൽ കൈകാര്യം ചെയ്യേണ്ടത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിച്ചത്, പ്രൈസ് ഗോഡ്, അത് കുറിച്ച് വെച്ച് അത് ഓരോന്നായിട്ട്, പ്രൈസ് ഗോഡ്. ഞാൻ ഒരു ധ്യാനത്തിൻ്റെ വിശേഷത്തെ, ഒരു ധ്യാനത്തിൽ ഒരു പേപ്പർ വിശ്വാസികൾ കൊടുത്തതായിട്ട്, ആ പേപ്പർ എൻ്റെ ഒരുക്ക് വന്നു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പാവങ്ങൾ. നമ്മൾ ടിക്ക് ചെയ്താൽ മതി, വായിച്ച് ടിക്ക് ചെയ്താൽ മതി. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെറുതോ വലുതോ വിഷയമല്ല. പാലിനകത്ത് 1 കിലോ ഉപ്പ് വീണാലും 1 പരൽ വീണാലും പാല് വിരിയും. പാപത്തിൻ്റെ സ്വഭാവം അതാണ്. നിൻ്റെ ആത്മീയ ജീവിതത്തിൽ പാപം കുറച്ച് വന്നോ കൂടുതൽ വന്നോ വിഷയമല്ല, നിൻ്റെ ആത്മീയ ജീവിതം താറുമാറാകും. പ്രൈസ് ഗോഡ്. അപ്പോൾ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് പാപത്തെ. യഹോവേ, നിൻ്റെ കോപം എന്നിൽ നിന്ന് മാറ്റി എന്നെ ആശ്വസിപ്പിക്കണമേ. പ്രൈസ് ഗോഡ്. ഈ ദൈവം ആശ്വസിപ്പിച്ചാലത്തെ ഗുണമെന്നറിയാമോ? ദൈവത്തെ സ്തോത്രം. ഒരു കൊച്ച് ഓടിപ്പോയി കാല് തട്ടി വീണ് തല പൊട്ടിന്നിരിക്കട്ടെ, വേദന ഭയങ്കരമാണ്, ഭയങ്കര വേദനയാണ്. പക്ഷെ അമ്മ ചെന്ന് എടുത്തങ്ങ് ആശ്വസിപ്പിക്കുമ്പം പൊട്ടിയതൊക്കെ അവിടെ കിടക്കും, വേദന അറിയത്തില്ല. ഇന്ന് പകൽ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്നത് അതുപോലെ ആയിരിക്കണം. പ്രൈസ് ഗോഡ്. നിന്റെ വേദനകൾ മറന്നു പോകത്തക്കവണ്ണം പാപത്താൽ വന്ന എല്ലാ ഭാരങ്ങളുടെയും വേദനകളുടെയും, പ്രൈസ് ഗോഡ്, ദുഃഖങ്ങളുടെയും പ്രയാസം മറന്നു പോകത്തക്കവണ്ണം ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതിന് യേശുവിൽ അടിസ്ഥാനമായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ അടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ എം. ചെറിയാച്ചൻ ഇപ്രകാരം എഴുതി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. അപ്പോൾ പാപത്താൽ വന്ന ശാപത്തിൻ്റെ കറകൾ, ദൈവകോപം നമ്മിൽ നിന്ന് വിട്ടുപോകണം. ദൈവം കോപിച്ചിരിക്കുമ്പോൾ ഒരു ഫേവറും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, ഒരു അനുകൂലവും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് പാപം, ദൈവത്തെ കോപിപ്പിച്ച പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് എപ്പോഴൊക്കെ ഈ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം? എപ്പോൾ ദൈവസന്നിധി ചെല്ലുമ്പോഴും. പഴയ കാലത്ത് ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട കാലത്ത് രക്ഷിക്കപ്പെട്ടവർ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ ആദ്യം ചെയ്യുന്നത്, കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ,
കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ദൈവസന്നിധിയിൽ അല്പം ഒന്ന് ശോധന ചെയ്തിട്ട് വേണം ദൈവമക്കളെ പ്രാർത്ഥന തുടങ്ങാൻ. ഒരു 2 മിനിറ്റ് നമ്മൾ തന്നെ ഇന്ന് വൈകുന്നേരം പ്രാർത്ഥിക്കാനിരിക്കുമ്പം പകൽ ചെയ്ത പല കാര്യങ്ങളും പറഞ്ഞ പല കാര്യങ്ങളും ഒക്കെ ഒന്ന് ശോധന ചെയ്തിട്ട് ദൈവസന്നിധിയിൽ കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒന്ന്. ഇയ്യോബ് പറഞ്ഞു, കാല് ഇടറുന്നവർക്ക് അത് ഒരുങ്ങിയിരിക്കുന്നു അല്ലേ. ഒരിക്കൽ കാല് ഉളുക്കിയാൽ പിന്നെ നിസ്സാരൊരു സംഭവം മതി. ഫുട്ബോളൊക്കെ കളിക്കുന്നവർ ഒരു പ്രാവശ്യം കാല് ഉളുക്കിയാലുണ്ടല്ലോ, പിന്നെ അവിടെ തന്നെ ഉളുക്കും. അപ്പം എന്ത് ചെയ്യുമെന്നറിയാമോ? സൂക്ഷിക്കും. നീ ഏത് വിഷയത്തിൽ വീണോ ആ വിഷയത്തിൽ പിന്നെ സൂക്ഷിച്ചോണം. സാമ്പത്തിക വിഷയത്തിലാണെങ്കിൽ സൂക്ഷിച്ചോണം, വർത്തമാനത്തിലാണെങ്കിൽ സൂക്ഷിച്ചോണം, കൊടുക്കൽ വാങ്ങലുകളാണെങ്കിൽ സൂക്ഷിച്ചോണം, ഇടപാടുകളിലാണെങ്കിൽ സൂക്ഷിച്ചോണം. നീ ഏത് വിഷയത്തിലാണോ പിന്നെയും പിന്നെയും വീണുകൊണ്ടിരിക്കുന്നത് അത് സൂക്ഷിച്ച് അതിന്മേലൊരു തീരുമാനമെടുത്ത ശേഷം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നിൻ്റെ കോപമെങ്കിൽ നിന്ന് മാറിയിരിക്കയാൽ, എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വായിച്ചിട്ട് യെശയ്യാവ്. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹന്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. പ്രൈസ് ഗോഡ്. അപ്പം ദൈവം എൻ്റെ രക്ഷയായി തീർന്നത് കൊണ്ട് ഭയമില്ലാതെ ഞാൻ സ്തോത്രത്തോടെ ദൈവത്തിൽ ആശ്രയിക്കും. അതാണ് ആരാധന. ഞായറാഴ്ച വന്നിട്ട് ആരാധനയ്ക്ക് വന്നിട്ട് ഒരു സുഖമില്ലാതെ മടങ്ങിപ്പോകുന്ന എന്നാന്നറിയാം, ഈ പറഞ്ഞ പ്രോസസ്സിൽ കൂടെ പോകാത്തത് കൊണ്ടാണ്. ദൈവത്തിൽ നിന്ന് കോപം മാറി ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ച് അവനെൻ്റെ ബലവും എൻ്റെ ഗീതവുമായി തീർന്നത് കൊണ്ട് ഞാൻ അവനിൽ ആശ്രയിക്കും. എന്നിട്ട് അടുത്ത വാക്യം, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അതാണ് സന്തോഷത്തോടെ ആനന്ദിക്കുന്നത്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമോ, രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിക്ക് അവിടെ ഒരു ഉറവുണ്ട്. പ്രൈസ് ഗോഡ്. ആ ഉറവ് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവും അത് എങ്ങനെ അത് നമുക്ക് ലഭിക്കുമെന്നുള്ള തെളിവുകളുമാണ് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹാഗാർ തൻ്റെ മകനെ ചൂരച്ചെടിയുടെ തണലിലിട്ടിട്ട് ഒരു അമ്പിൻപാട് ദൂരത്ത് ചെന്നിരുന്ന് മകൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് കരഞ്ഞ നിമിഷത്തിൽ ദൈവത്തിൻ്റെ രക്ഷ അവൾക്ക് വേണ്ടി, ആ പൈതലിന് വേണ്ടി വന്നത് എങ്ങനെയെന്നറിയാമോ? അവൾ ഇരുന്ന സ്ഥാനത്ത് അതുവരെ കാണാതിരുന്ന ഒരു ഉറവ തുറക്കാനിടയായി. ഞങ്ങൾ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. ഇന്ന് പകൽ ഇവിടെ വന്ന് ആരാധിക്കാൻ ദൈവത്തിന്റെ പൈതലേ, നിനക്ക് നിന്റെ വിഷയങ്ങൾ വലുതാണ്, ഞാൻ സമ്മതിച്ചു. കൊടും വെയിലാണ് നീ ആയിരിക്കുന്നത്, സമ്മതിച്ചു. നിന്റെ പൈതലിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാനില്ല, ഞാൻ സമ്മതിച്ചു. അബ്രഹാം തന്ന തുരുത്തി തീർന്നത് വാസ്തവമാണ്. ആ കാലി തുരുത്തി നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം വാസ്തവമാണ്. അപ്പം തീർന്നു പോയതും വാസ്തവമാണ്. അതിനേക്കാൾ വാസ്തവമാണ് ഇനി അധികം നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് വെള്ളം കിട്ടാതെ ദാഹിച്ച് എൻ്റെ പൈതൽ മരിക്കുമെന്നുള്ളത്. എന്നാൽ ഇതെല്ലാം വാസ്തവമായിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അതിനേക്കാൾ വാസ്തവമായ മറ്റൊന്ന് ഒളിഞ്ഞു കിടപ്പുണ്ട്. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരമായി ആ മരുഭൂമിയിലൊരു ഉറവ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആ ഉറവയാണ് എനിക്ക് നിനക്ക് തെളിഞ്ഞു കിട്ടേണ്ടത്. ആ ഉറവയാണ് കാണാൻ കണ്ണിൽ കാഴ്ച ലഭിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാഗാർ പറഞ്ഞ എന്നാ? ബാലന്റെ മരണം എനിക്ക് കാണണ്ട. എടുത്തുണ്ടോ ഭാഗം? 21 ഉൽപ്പത്തി 21 വാക്യം 16. ഉൽപ്പത്തി 21:16. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. അടുത്ത വാക്യം. ദൈവം ബാലന്റെ അടുത്ത 18 19 വാക്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ഞാൻ പറഞ്ഞത് 16 നമ്മൾ വായിച്ചത് ബാലന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ അതേ കണ്ണുകൊണ്ട് തന്നെ നീരുറവ കണ്ടു.
ഇന്ന് പകൽക്കാലം അവൾ ദൈവത്തെ ഹാഗാറിന്റെ കണ്ണിൽ അല്പചല നിമിഷങ്ങൾ മുമ്പ് വരെ മരിച്ചു കിടക്കുന്ന ഒരു ബാലന്റെ ചിത്രമാണ് തെളിഞ്ഞ് 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 വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഏത് കണ്ണിൽ മരിച്ച ബാലന്റെ ചിത്രം തെളിഞ്ഞു വന്നുവോ അതേ കണ്ണുകൊണ്ട് ആമേൻ അവൾ വേറൊന്ന് കണ്ടു. ഒരു നീരുറവ തുറണ്ടു, ഒരു നീരുറവ കണ്ടു. ഇന്ന് പകൽക്കാലം നീ പ്രതീക്ഷിക്കുന്നത് നടക്കത്തില്ല, നീ ഭയപ്പെടുന്നത് നടക്കത്തില്ല, നീ ഭാരപ്പെടുന്നത് സംഭവിക്കത്തില്ല. ഉടബല കതുര ജപനക ദകല രകതക രകതക ധന്തര ബൗഡ. നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. നീ വിചാരിക്കുന്നത് പോലെ ബാലൻ മരിക്കത്തില്ല, അവന് കഷ്ടം വരത്തില്ല, അവന് ദുഃഖം വരത്തില്ല, അവന് നഷ്ടം വരത്തില്ല. നിന്റെ വിഷയത്തിന് ഒരു വ്യത്യാസവും വരത്തില്ല. അത് തകരത്തില്ല, അത് മുടിയത്തില്ല, അത് നിന്നെ കഷ്ടത്തിലാക്കത്തില്ല, അത് നിന്നെ കരയിപ്പിക്കത്തില്ല. നീ കരഞ്ഞു കഴിഞ്ഞു, നീ ഒത്തിരി കരഞ്ഞു ഹാഗാറേ. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒത്തിരി കരഞ്ഞു, നീ ഇന്നും കൂടെ കരഞ്ഞു, നീ ഇന്നലെ കരഞ്ഞു, കഴിഞ്ഞ ആഴ്ച മുഴുവൻ കരഞ്ഞു. നിന്റെ കരച്ചിലിന് മറുപടി വേറൊന്നുമല്ല, നിനക്ക് വേണ്ടി ഒരു നീരുറവ എന്റെ ദൈവം തുറക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണും. ഇന്ന് പകല് ഹല്ലേലൂയ രണ്ടും വിശ്വാസമാണ്. ഏതാണെന്നറിയാമോ? ബാലന്റെ മരണവും നടന്നിട്ടില്ല, വിശ്വസിച്ചേക്കുക മരിക്കുമെന്ന്. അതിനേക്കാളും നല്ലതൊരെണ്ണം വിശ്വസിച്ചുകൂടെ? പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കുന്നത്, ബാലൻ മരിച്ചിട്ടില്ല, ഇസ്മായിൽ മരിച്ചിട്ടില്ല. ബാലൻ്റെ മരണം എനിക്ക് താഴോട്ടിട്ട് 16 താഴോട്ട് കൊണ്ടുവന്നേ. ബാലൻ്റെ മരണം എനിക്ക്, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഈ കരച്ചിൽ എവിടെ നിന്നുള്ള കരച്ചിലാണെന്നറിയാമോ? വിശ്വാസത്തെ കരയുക. ബാലൻ മരിച്ചിട്ടില്ല, മരിക്കുമെന്നുള്ളത് അങ്ങ് വിശ്വസിച്ച് കരയുക. ഞാൻ ചോദിക്കുന്നത്, മരിക്കുമെന്ന് വിശ്വസിച്ച് കരയുന്നതിനുള്ള എത്ര നല്ലതാ ജീവിക്കുമെന്ന് വിശ്വസിച്ചൊന്ന് കരയാൻ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? മരിക്കത്തില്ല, മരിക്കത്തില്ല, മരിക്കത്തില്ല. വിശ്വസിക്ക്, വിശ്വസിക്ക്. നീ കാണേണ്ടി വരത്തില്ല, നഷ്ടം കാണേണ്ടി വരത്തില്ല, കഷ്ടം കാണേണ്ടി വരത്തില്ല, മരണം കാണേണ്ടി വരത്തില്ല, നശിക്കുന്നത് കാണേണ്ടി വരത്തില്ല, മുടിയുന്നത് കാണേണ്ടി വരത്തില്ല. പകരം ചൈതന്യം വരുന്ന പ്രൈസ് ഗോഡ്. 19 വാക്യം ഒന്നുകൂടെ വായിച്ചേ. ദൈവം അവളുടെ കണ്ണ് തുറന്നു. 18 പൊട്ടെ മുകളിലോട്ട്. അവൾ ഒരു നീരുറവ് കണ്ടു. 20. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. ഈ മരിച്ചു പോകുമെന്ന് പറഞ്ഞതിന് ഇപ്പൊ ആരായി? വില്ലാളിയായെന്ന്. ഹല്ലേലൂയ. നിന്റെ വിഷയം നശിക്കാനുള്ളതല്ലെന്ന് മനസ്സിലായോ? ഇത് തീരാനുള്ളതല്ലെന്ന് മനസ്സിലായോ? ഇത് തകരാനുള്ളതല്ലെന്ന് മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ ചൈതന്യം വരും, വിടുതൽ വരും, അനുഗ്രഹം വരും, അഭിവൃദ്ധി വരും, ഐശ്വര്യം വരും. അവൻ കുട്ടിയുടെ മരണം കണ്ട കണ്ണുകൊണ്ട് അതിന്റെ വിടുതൽ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടാട്ടെ. നിന്റെ വിഷയം നശിക്കുമെന്ന് ശത്രു പറഞ്ഞു, തകരുമെന്ന് ശത്രു പറഞ്ഞു, ബുദ്ധി പറഞ്ഞു, അവൻ മറ്റുള്ളവർ പറഞ്ഞു, അനുഭവം പറഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, മരിക്കത്തില്ല, നശിക്കത്തില്ല, മുടിയത്തില്ല. സ്വർഗത്തിലെ ദൈവം വില്ലാളിയാക്കുന്നത് പോലെ. ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. മകൻ വില്ലാളിയായ ആർക്കാ ഗുണം? മകൻ വില്ലാളിയായ ആർക്കാ ഗുണം? ആർക്കാ? അമ്മയ്ക്ക്. ഏതമ്മ? ഹാഗാർ. പ്രൈസ് ഗോഡ്. ഞാൻ ഒന്നുകൂടെ പറയാം. മകനെ വില്ലാളിയാക്കിയതോടുകൂടി പുള്ളിക്കാരി ഇപ്പോൾ പണ്ട് കരഞ്ഞതൊക്കെ ഇരുന്ന് ഓർക്കുന്നുണ്ടാകുമല്ലേ? ഇന്ന് പകൽക്കാലം നിന്റെ കരച്ചിൽ ഓർമ്മയായി മാറത്തക്കവണ്ണം, നിന്റെ പഴയകാലത്തെ കരച്ചിൽ ഓർമ്മയായി മാറത്തക്കവണ്ണം, ഷൂർ മരുഭൂമിയിലിരുന്ന് കരഞ്ഞ കരച്ചിൽ ഓർമ്മയായി മാറത്തക്കവണ്ണം, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ കരച്ചിൽ ഓർമ്മയായി മാറത്തക്കവണ്ണം അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷമുള്ള എൻ്റെ അനുഭവത്തിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ഉറപ്പിന് പറയുകയാണ്. വിശ്വാസത്തിൽ വരുന്നതിനും എനിക്കറിയത്തില്ല. വിശ്വാസത്തിൽ വന്ന ശേഷം ഏതൊക്കെ വിഷയത്തിന് കരഞ്ഞിട്ടുണ്ടോ അതെല്ലാം സന്തോഷമായിട്ട് മാറിയിട്ടുണ്ട്. അനുഭവം ഉള്ളതുകൊണ്ട് പറയുക. ഇന്ന് നിങ്ങൾ തന്നെ പുറകോട്ട് നോക്കി, വിശ്വാസത്തിൽ വന്ന ശേഷം ചില കാര്യങ്ങൾ കേട്ടിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ.
തലമുറയുടെ വിഷയത്തിൽ ഒരിക്കൽ കരഞ്ഞപ്പോൾ നമ്മൾ പിന്നെ സന്തോഷിക്കത്തക്കവണ്ണം വിടുതൽ കണ്ടില്ലേ? കുടുംബ വിഷയത്തിൽ കരഞ്ഞപ്പോൾ സന്തോഷിക്കത്തക്കവണ്ണം വിടുതൽ കണ്ടില്ലേ? ബിസിനസിന്റെ വിഷയത്തിൽ കരഞ്ഞപ്പോൾ പിന്നത്തേതിൽ സന്തോഷിക്കത്തവണ്ണം വിടുതൽ കണ്ടില്ലേ? ആരോഗ്യ വിഷയത്തിൽ കരഞ്ഞപ്പോൾ പിന്നത്തേതിൽ സന്തോഷിക്കത്തക്കവണ്ണം വിടുതൽ കരഞ്ഞില്ലേ? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അന്ന് കരഞ്ഞതിന് വിടുതൽ തന്ന ദൈവമാണെങ്കിൽ ഇന്ന് നീ കരയുന്ന വിഷയത്തിന്, ഇപ്പോൾ കരയുന്ന വിഷയത്തിന്, ഇന്ന് കരഞ്ഞ വിഷയത്തിന്, ഇന്നലെ കരഞ്ഞ വിഷയത്തിന്, മിനിഞ്ഞാന്ന് കരഞ്ഞ വിഷയത്തിന്, ഈ ആഴ്ചയിൽ കരഞ്ഞ വിഷയത്തിന് വിടുതൽ തന്നിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് പകൽ നമ്മൾ പാടിയത് ഉങ്കൾ ദുഃഖം സന്തോഷമായി മാറുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. എൻ്റെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. ഒന്ന് വിശ്വാസത്തോടെ ഉറക്കൊന്ന് പറയാം. ഈ പറയുന്നതിനൊക്കെ ചില ഫലമുണ്ടെന്നാണ് പറയുന്നത്. നിൻ്റെ നാവ് കൊണ്ട് പറയുന്നത് വിശ്വസിച്ച് പറഞ്ഞാൽ അതുപോലെ നടക്കുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെയാണ് വിശ്വാസത്തോടെ വിശ്വസിച്ചോട് പറയാമോ, എൻ്റെ ദുഃഖം സന്തോഷമായി മാറും, എൻ്റെ ദുഃഖം സന്തോഷമായി മാറും, എൻ്റെ ദുഃഖം സന്തോഷമായി മാറും. In the name of Lord Jesus. കർത്താവേ, ഇന്നത്തെ ഈ പ്രഖ്യാപനം അതുപോലെ നിറവേറണമേ. ആമേൻ. ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദുഃഖം വന്നപ്പോൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധിയിൽ വചനം ധ്യാനിക്കുകയും ദൈവികമായി ആത്മീയമായി പരിഹരിക്കുകയും ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം എൻ്റെ ദുഃഖം സന്തോഷമായിട്ട് മാറിയിട്ടുണ്ടെന്ന് ഒരു വിഷയത്തിലെങ്കിലും അനുഭവം ഉള്ള ഒരു കരമുയർത്തി ഒരു സ്തോത്രം പറയാമോ? പിന്നെ എന്നാ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നിന്റെ ദുഃഖം, ഇപ്പോൾ നീ ദുഃഖിക്കുന്ന വിഷയം, ഇപ്പോൾ നീ ഭാരപ്പെടുന്ന വിഷയം, ഇപ്പോൾ നീ ദുഃഖിക്കുന്ന, ഇപ്പോൾ നീ കരയുന്ന വിഷയം, യെസ്, അത് സന്തോഷമായി മാറും. അത് സന്തോഷമായി മാറും. അത് സന്തോഷമായി മാറും. ആമേൻ. പ്രൈസ് ഗോഡ്. അങ്ങനെ സന്തോഷമായി മാറുന്നത് എങ്ങനെയാണെന്നറിയാമോ? രക്ഷയ്ക്കൊരു ഉറവുണ്ട്. ഈ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. പ്രൈസ് ഗോഡ്. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. നിന്റെ പ്രശ്നം പരിഹരിക്കത്തക്കവണ്ണം നീ കോരിയെടുക്കുന്ന ഒരു മാർഗമാണ് രക്ഷയുടെ മാർഗം. ഇന്ന് പകൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഒരു കാര്യം ഉറപ്പാണ്, വേറെ ഒരിടത്തും എനിക്ക് പോകണ്ട. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ട്. ഇവിടെ പരിഹാരമുണ്ട്, ഈ രക്ഷയിൽ പരിഹാരമുണ്ട്, ഈ യേശുവിൽ പരിഹാരമുണ്ട്, ഈ വചനത്തിൽ പരിഹാരമുണ്ട്, ഈ വിശ്വാസത്തിൽ പരിഹാരമുണ്ട്, ഈ പ്രാർത്ഥനയിൽ പരിഹാരമുണ്ട്, ഈ ആരാധനയിൽ പരിഹാരമുണ്ട്. എൻ്റെ വിഷയത്തിന്റെ പരിഹാരം ഇവിടെ ഉണ്ട്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവർ എന്നിലും ബലമേറിയവരായിരുന്നു, പക്ഷെ അവർ കുനിഞ്ഞുപോയി. ആരാന്നറിയാമോ? ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. അവർ എന്നേക്കാൾ ബലമുള്ളവരായിരുന്നു, പക്ഷെ അവർ കുനിഞ്ഞുപോയി. പക്ഷെ ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ കുതിരയിൽ ആശ്രയിക്കുന്നില്ല, ഞാൻ രഥങ്ങളിൽ ആശ്രയിക്കുന്നില്ല, ഞാൻ സൈന്യബഹുത്വ രാജാവ് വിഷം പ്രാപിക്കുന്നില്ല. നിന്റെ ആശ്രയം സ്വർഗത്തിലെ ദൈവത്തിലാണെങ്കിൽ വിടുതലാണ്. ആമേൻ. നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കി. ഈ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരുമെന്ന് വെറുതെ പറഞ്ഞതാണോ? രക്ഷിക്കപ്പെട്ട നാളിന് ശേഷം വന്ന സകല പ്രശ്നങ്ങളും ഒരെണ്ണം പോലും, പ്രൈസ് ഗോഡ്, പരിഹരിക്കാതെ പോയിട്ടുണ്ടോ? ഉണ്ടോ? എനിക്കില്ല. ഈ ദൈവം അതുകൊണ്ടാണ് ഇനിയും ജീവപര്യന്തം എന്നെ വഴി നടത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം യെശയ്യാവ് 12 നമ്മൾ ചെയ്യേണ്ടതെന്നറിയാമോ? രക്ഷയുടെ വെള്ളം കോരിക്കഴിഞ്ഞാൽ അന്നാളിൽ 4 മുതൽ അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ. പറ്റുമോ? കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ പരാജയമായിരിക്കാം ഇപ്പോൾ നിങ്ങൾ പിന്നെയും പ്രശ്നത്തിലായത്. വേദപുസ്തകം പറയുന്നുണ്ട്, അവർ പിശാചിനെ വചനത്താലും സാക്ഷ്യത്താലും
ജയിച്ചു. രക്തത്താലും വചനത്താലും സാക്ഷ്യത്താലും ഒക്കെ ജയിക്കുന്നത്. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം, ദൈവമക്കൾക്ക് വിടുതൽ കിട്ടിയത് സാക്ഷ്യം പറയുന്നത് കൊണ്ടുള്ള ജയം ഭയങ്കരമാണ്. ആരെ കണ്ടാലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ കുറച്ച് നാൾ മുമ്പ് നിങ്ങളുടെയൊക്കെ സാക്ഷ്യം എഴുതി മേടിച്ചു. ഞാനെല്ലാം വായിച്ചു നോക്കി, ഒത്തിരി വായിച്ചു നോക്കി. പക്ഷേ എനിക്കതൊന്നും ഒരു ഇമ്പ്രസീവായിട്ടുള്ള വളരെ ചുരുക്കം പേരുടെ കണ്ടുള്ളൂ. ഞാൻ പറയത്രേ ഉള്ളൂ, ഒരു 3 മിനിറ്റുണ്ട്. 3 മിനിറ്റുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞു നോക്കണം. ഞാൻ ഒരു അസൈൻമെൻറ്റ് ഈ 2013 ഫെബ്രുവരി മാസം നിങ്ങൾക്ക് തരാൻ പോവുക. ഒരു ഫോൺ കോളിൻ്റെ ടൈം 3 മിനിറ്റ്. 3 മിനിറ്റ് കിട്ടിയാൽ ഒരു കിടിലൻ സാക്ഷ്യം. മനസ്സിലായോ? കേൾക്കുന്നവൻ ഞെട്ടുന്നൊരു സാക്ഷ്യം 3 മിനിറ്റ് കൊണ്ട് ഭംഗിയായി പറയാൻ എനിക്കുണ്ടെന്നുള്ളൊരു കാര്യം ഒരുത്തർ സ്വതന്ത്രം പറയാമോ? ശരി, ഇത്രയും പേരുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ വെച്ച് റിഹേഴ്സൽ ചെയ്ത് നോക്കിയിട്ട് 3 മിനിറ്റ് കൊണ്ട് സാധാരണ സ്പീഡിൽ പറയാവുന്ന ഒരു സാക്ഷ്യം. ഇത് കേട്ട് കഴിഞ്ഞാൽ കേട്ടവൻ ഞെട്ടണം. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു കുറേ സാക്ഷി എനിക്ക് വേണം. എന്തിനാണ് ഞാൻ പിന്നെ പറയാം, കിട്ടിയിട്ട് പറയാം. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഒരു കടലാസെടുത്ത് ഒരു പേനയും എടുത്ത് നിങ്ങളെ വിടുവിച്ച ഏറ്റവും വലിയ സംഭവങ്ങൾ, ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം, 3 എണ്ണമെങ്കിൽ 3 എണ്ണം, 5 എണ്ണമെങ്കിൽ 5 എണ്ണം, 3 മിനിറ്റ് എഴുതി വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന ആ സാക്ഷി ഒന്ന് പറയണം. ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കണം, ശരി ഉഗ്രൻ അടിപൊളി എന്ന് പറയണം. ഈ ചെമ്മീൻ വറുത്തതും മീൻകറിയൊക്കെ കിട്ടുമ്പോൾ പറയാറുള്ളവനങ്ങ് പറയണം. പ്രൈസ് ഗോഡ്. ഭർത്താവ് പറയുമ്പോൾ ഭാര്യ പറയണം ഇത് തകർപ്പൻ. പിള്ളേർ പറയുമ്പോൾ എക്സലൻറ്റ്. സാക്ഷ്യം കുടുംബ പ്രാർത്ഥനയിൽ ഇരുന്ന് ഈ ആഴ്ച മുതൽ റിഹേഴ്സൽ ചെയ്ത് അടുത്ത ആഴ്ച വരുമ്പം 3 മിനിറ്റ് കൂട്ടരുത്, അത്യാവശ്യമാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു 3 മിനിറ്റ് കൂടാത്തൊരു സാക്ഷി ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുവരുമെന്ന് ഉറപ്പും വിശ്വാസവും എന്നെ ദൈവം സഹായിച്ചത്. ഹല്ലേലൂയ. ഞാൻ 4 പേരെ അറിയിക്കത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം അത് എഴുതി കൊണ്ടുവരും എന്ന ഉറപ്പോടെ വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? ഇത്രയും പേര് കൂട്ടുന്നാൽ മതി. ഈ കൈ പൊക്കി അവർ ഒന്ന് കൊണ്ടുവരണം അടുത്ത ആഴ്ച. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവർത്തികളെ അറിയിപ്പിൻ. അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ. അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ശ്രേഷ്ഠമായത് ചെയ്തിട്ടുണ്ടെന്ന ഒരു ഉറപ്പുള്ളൊരു സ്തോത്രം പറഞ്ഞ് ഇത് ഭൂമിയിൽ പ്രസിദ്ധമായി വരട്ടെ. വേദപുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായത് ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയിൽ പ്രസിദ്ധമായി വരാനാണ്. അതുകൊണ്ട് എഴുതണമെന്ന് ഞാൻ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഗുണമുണ്ട്. ഈ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ഇന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലുത് നാളെ അവൻ ചെയ്യും. പ്രൈസ് ഗോഡ്. അത് പറയുമ്പോൾ അതിനേക്കാൾ വലുത് അടുത്ത ആഴ്ച ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുമ്പോൾ സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാമെന്ന് പറഞ്ഞ് പ്രസ്താവിക്കുമ്പോൾ ഇനി നിന്റെ നേരെ വരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യത്തക്കവണ്ണം ദൈവം കാത്തിരിക്കുകയാണ്. അങ്ങനൊരു പ്രിവിലേജാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇനി ഈ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആനന്ദിച്ചാൽ നെഹമ്യാവ് 8:10-11-12 അതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ അന്യന്മാർക്കും. നെഹമ്യാവ് 8:9 നിങ്ങളുടെ യഹോവയിലെ സന്തോഷം, നിങ്ങളുടെ ബലമല്ല. ലെഫ്റ്റ് പേജ്. ദേശാധിപതിയായ നെഹമ്യാവും 10 വാക്യം. നെഹമ്യാവ് 8 ഞാൻ 8 പറഞ്ഞത്. നെഹമ്യാവ് 8:10-12. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. അവിടെ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ദിവസം നിങ്ങൾ ദുഃഖിക്കരുത്. പകരം എന്ത് ചെയ്യണം?
നിങ്ങൾ ചെന്ന് വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. കൊടുത്തഴപ്പീൻ. ഇന്ന് ആരാധന കഴിഞ്ഞ് ചെന്നേച്ചുണ്ടല്ലോ, ഇതുപോലെ ആരാധിക്കാൻ കഴിയാത്ത വട്ടം കൂട്ടിയില്ലാത്ത ആൾക്ക് എന്ത് ചെയ്യണം? ഞായറാഴ്ച ഒരു ചെറിയ ശുശ്രൂഷ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ക്രോസ് ടോക്ക് നടത്തി കുറ്റം പറയുന്നതിനേക്കാൾ എന്ത് അനുഗ്രഹമായിരിക്കും എന്നറിയാമോ? വീട്ടിലങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫോണം എടുത്തിട്ട് ഇന്നത്തെ വചനം ഇന്നതായിരുന്നു എന്ന് ഒരു 2 പേരോടെങ്കിലും ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ചെന്നാൽ 2 പേരോടെങ്കിലും വചനത്തിൻ്റെ നല്ല പ്രോത്സാഹനമുള്ള, ഉറപ്പ് തരുന്ന, ധൈര്യം തരുന്ന, ഉറപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന ഭാഗങ്ങൾ ഒരു വചന ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഒരു 2 പേരോടെങ്കിലും പറയുന്നത് എത്ര സന്തോഷമെന്നറിയാമോ? പ്രൈസ് ഗോഡ്. അങ്ങനെ ചെയ്യാറുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയാമോ? പ്രൈസ്. പോരാ, ഇത്രയും പേരൊന്നും പോരാ. നിങ്ങൾ വീട്ടിൽ ചെന്നാൽ നിങ്ങളുടെ ഫോണിൽ കൂടെ നിങ്ങളുടെ വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരാഴ്ച ദൈവത്തെ സ്തോത്രം, ഒരു 3-4 ആഴ്ച നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് ഇന്നത്തെ വചന ശുശ്രൂഷ ഇന്നതായിരുന്നു, അതിനകത്ത് ഇന്ന വിടുതലുകൾ, ഇന്ന പ്രോത്സാഹനങ്ങൾ, ഇന്ന ധൈര്യപ്പെടുത്തുന്ന, ഇന്ന വിധത്തിൽ ഉറപ്പിക്കുന്ന, ഇന്ന വിധത്തിൽ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ വചന ശുശ്രൂഷയിൽ നിന്ന് ഉണ്ടായിരുന്നുവെന്ന് നിങ്ങളൊരു 3 ആഴ്ച അടുപ്പിച്ച് പറഞ്ഞ് ഞാൻ ഗ്യാരണ്ടി തരാം, 4-ാമത്തെ ആഴ്ച നിങ്ങൾ അങ്ങോട്ട് വിളിക്കേണ്ട, നിങ്ങളെ വിളിച്ച് ചോദിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തെ സ്തോത്രം, വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് ഞങ്ങൾ പകർച്ച കൊടുത്തു വിടണം. യഹോവയെങ്കിലും സന്തോഷം നിങ്ങളുടെ ബലമല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരിയാൽ ദൈവത്തിന് സ്തോത്രം. അടുത്ത് ചെയ്യേണ്ട കാര്യം ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 68-ാം സങ്കീർത്തനത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ വായിക്കാം. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിന്ന് കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. പ്രൈസ് ഗോഡ്. സെബൂലൂൻ പ്രഭുവിന്റെയും നഫ്താലി പ്രഭുവിന്റെയും ഗുണം എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 5:18. ന്യായാധിപൻ 5:18. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ കർത്താവിന് വേണ്ടി പ്രാണൻ ത്യജിച്ച പോർക്കളമേടുകളിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനമാണ് നഫ്താലിയും സെബൂലൂനും. പ്രൈസ് ഗോഡ്. മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ ചെറിയ ബെന്യാമീനുമുണ്ട്. ഈ ചെറിയ ബെന്യാമീൻ എന്ന് പറയുന്നതെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഗിദെയോൻ ദൈവത്തിന് സ്തോത്രം ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, നിന്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഗോത്രമാണ് ഞങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം ഒരു രാജാവിനെ തെരഞ്ഞെടുത്തപ്പോൾ ഏത് ഗോത്രത്തിൽ നിന്ന് ആദ്യം തെരഞ്ഞെടുത്തെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. ശൗലിനെ തെരഞ്ഞെടുത്തത് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നായിരുന്നു. ആദ്യത്തെ രാജാവിനെ തെരഞ്ഞെടുത്തത് ഏറ്റവും ചെറിയ ഗോത്രമായിരിക്കുന്ന ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നായിരുന്നു. തീർന്നില്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും വലിയ ലോകം കണ്ട അപ്പോസ്തലന്മാരിൽ വെച്ച് ഏറ്റവും വലിയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം എഴുതി, ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ജനിച്ചവൻ. പ്രൈസ് ഗോഡ്. ഏറ്റവും ചെറിയ ഗോത്രത്തിൽ നിന്ന്, ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ഒരു പൗലോസിനെ ദൈവം ശക്തമായി എടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറുതെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ നിന്നെയാണ് ദൈവത്തിനെടുത്ത് ഉപയോഗിക്കാൻ, ശക്തിയോടെ ഉപയോഗിക്കാൻ ആദ്യം കാണുന്നത്. ഇന്ന് പകലെ ദൈവസന്നിധിയിൽ അവന്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴ് താണു കൊടുക്കാൻ മനസ്സുള്ള ദൈവത്തിന്റെ പൈതലെ, നീ ഏറ്റവും ചെറിയവനെന്ന് പറയുമ്പോൾ ഇന്ന് ദൈവം നിന്നെ എടുത്ത് അനേക ജാതികളുടെ മധ്യേ സാക്ഷിയായി ഉയർത്തി ഉപയോഗിക്കും. പ്രൈസ് ഗോഡ്. അപ്പം ദൈവത്തിൻ്റെ വചനപ്രകാരം അനേകരുടെ മുമ്പിൽ സാക്ഷിയാകത്തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സകലർക്കും അറിയത്തക്കവണ്ണം ദൈവത്തെ സ്തോത്രം. പ്രൈസ് ഗോഡ്. നമ്മൾ പറയാൻ ബാധ്യസ്ഥനാണ്. ഇനി 68:5 സംഗീതം 68:5. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ദൈവത്തിന്റെ പ്രത്യേകത, അവൻ അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. പ്രൈസ് ഗോഡ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി എനിക്ക് ആരുമില്ല എന്നൊരു അനുഭവത്തിൽ എത്തുന്നതാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല,
എൻ്റെ വിഷയം അറിയാൻ ആരുമില്ല, എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല, ഞാൻ അഥവാ പറഞ്ഞാലും കേട്ട് ഒരു പരിഹാരം തരാൻ ആരുമില്ല എന്ന അനുഭവത്തിൽ എത്തുന്നതാണ് ദൈവം സഹായിക്കാനുള്ള ഏറ്റവും നല്ല വഴി. ബെഥസ്ദയുടെ കളക്കരയിൽ കിടന്ന ഒരുവനോട് കർത്താവ് ഇടപെട്ടത് അങ്ങനെയാണ്. യോഹന്നാൻ 5:7-8 വരെ. 7-8. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. എത്ര നാൾ അങ്ങനെ കിടന്നെന്നറിയാമോ? 38 വർഷം. 38 വർഷം അവിടെ കിടന്നിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല, ഒരു സൗഖ്യവും ഉണ്ടായില്ല. പക്ഷേ ഒടുക്ക പ്രയോജനം വന്നത് എപ്പോഴാണെന്നറിയാമോ? യജമാനനെ, എന്നെ ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഇന്ന് പകൽക്കാലം നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? നിനക്ക് വിടുതൽ അടുത്തു കഴിഞ്ഞു. നിന്നെ വിടുവിക്കാൻ ആരെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? നിനക്ക് വിടുതൽ ഇതാ സംഭവിക്കാൻ പോവുകയാണ്. ഒരു മനുഷ്യനും എന്നെ സഹായിക്കാൻ ഇല്ലെന്ന് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇതാ വിടുതൽ നിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. 38 വർഷമായിട്ട് കിട്ടാത്ത വിടുതൽ കഴിഞ്ഞ 35 വർഷമായിട്ട്, 36 വർഷമായിട്ട്, 38 വർഷമായിട്ട്, 50 വർഷമായിട്ട്, 37 വർഷമായിട്ട്, 67 വർഷമായിട്ട്. നിന്റെ ആയുസിന്റെ പ്രായം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ പ്രായത്തിന്റെ പുറകോട്ട് നോക്കുമ്പോൾ ഇന്ന് വരെ കിട്ടാത്ത ഒരു വിടുതല് എനിക്ക് ലഭിക്കത്തക്കവണ്ണം ഒരു സന്ദർഭം എപ്പോഴാണ് ആസന്നമായിരിക്കുന്നത് അറിയാമോ? എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ദൈവമക്കളെ, എൻ്റെ അനുഭവം ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. ഞാൻ അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിടുതലുകൾ എപ്പോഴാണെന്നറിയാമോ? എന്നെ സഹായിക്കാൻ ഭൂമിയിൽ ഒരുത്തനും പറ്റത്തില്ലെന്നും ഭൂമിയിൽ ഒരുത്തനും ഇല്ലെന്നും ചിന്തിച്ച നിമിഷത്തിൽ ആ ആഴ്ച വിടുതൽ വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ ബലപ്പെടുത്താൻ ആരുമില്ലെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സങ്കടം കേൾക്കാൻ ആരുമില്ലെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ ആരുമില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇത് നല്ല സമയമാണ്. ഇത് വിടുതലിന്റെ സമയം അടുത്ത് വന്നിരിക്കുകയാണ്. ഇനി നിന്നെ സഹായിക്കാൻ ആരുമില്ല, ഇന്നെ സഹായിക്കാൻ ആരുമില്ല. പക്ഷേ ഉണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്, നിന്നെ വിടുവിക്കാൻ കഴിവുള്ളവനുണ്ട്. ഇത് തെളിയിക്കുന്ന സമയം ആഗതമായിരിക്കുകയാണ്. അല്ലേ? എന്നെ സഹായിക്കാൻ ആരുമില്ല. അടുത്ത വാക്യം, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. എന്നേക്കാളും മിടുക്കൻ ഇറങ്ങുമെന്ന്, നിന്നേക്കാൾ മിടുക്കുള്ളവൻ കാര്യം കാണുമെന്ന്, നിനക്ക് മിടുക്ക് കുറവാണെന്ന്, അതിന് പരിഹാരം വരുത്താനാണ്. അടുത്ത വാക്യം, യേശു അവനോട്, നിനക്ക് മിടുക്കില്ലാത്തത് കൊണ്ടാണ് യേശു നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. മിടുക്കുള്ളവൻ തന്നെ പോയി രക്ഷപ്പെടട്ടെ, മിടുക്കുള്ളവൻ തന്നെ ചാടി രക്ഷപ്പെടട്ടെ. അവർക്കൊക്കെ ദൂതനുണ്ട്. മനസ്സിലായോ? മിടുക്കന്മാർക്ക് വേണ്ടി ദൂതൻ, മിടുക്കില്ലാത്തവർക്ക് വേണ്ടി യേശു. ഈ ഒരു ഫോർമുല ഓർത്ത എത്ര സന്തോഷമല്ലേ? മിടുക്കന്മാർക്ക് വേണ്ടി ദൂതൻ, മിടുക്കില്ലാത്തവന് വേണ്ടി യേശു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിനക്ക് കഴിവില്ല, നിനക്ക് മിടുക്കില്ല. പക്ഷെ നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ളവൻ ഇറങ്ങി വന്ന് നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിന്നോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ അല്ലേ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ എനിക്ക് ആരുമില്ല. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവന് വേണ്ടി ഞാൻ ദൂതനെ വെച്ചിട്ടുണ്ട്. ദൂതൻ കലക്കുമ്പം അവൻ്റെ മിടുക്കിൽ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉള്ളവരൊക്കെ നിന്ന് അവൻ രക്ഷപ്പെടട്ടെ. പക്ഷെ ആരുമില്ലാത്തവന് വേണ്ടി ഞാനുണ്ട്. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവമെന്ന് ഒന്നിലധികം പ്രാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ നിന്റെ ന്യായം പാലിച്ചു തരാൻ, നിനക്ക് വിടുതൽ തരാൻ എൻ്റെ യേശു മതി. ആമേൻ. എനിക്ക് അതിനേക്കാളൊന്ന് സന്തോഷം എന്തുകൊണ്ടെന്നറിയാമോ? എന്നേക്കാൾ മിടുക്കുള്ളവർക്ക്, എന്നേക്കാൾ കഴിവുള്ളവർക്ക്, എന്നേക്കാൾ സ്വാധീനമുള്ളവർക്ക്, എന്നേക്കാൾ ബന്ധുബലമുള്ളവർക്ക്, എന്നേക്കാൾ സാമ്പത്തിക ബലമുള്ളവർക്ക്, സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത ഒരാളെ നിർത്തിയേനെ, ഒരു നല്ല പണിക്കാരെ നിർത്തിയേനെ. എടാ കലങ്ങുമ്പോൾ എടുത്തിട്ടേക്കണമെന്ന് പറയാൻ. അപ്പം അതുമില്ല. എന്നേക്കാൾ സമ്പത്തുള്ളവർക്ക്, എന്നേക്കാൾ ആരോഗ്യമുള്ളവർക്ക്, എന്നേക്കാൾ കഴിവുള്ളവർക്ക്, എന്നേക്കാൾ സാമർഥ്യമുള്ളവർക്ക്, എന്നേക്കാൾ ഹല്ലേലൂയ പലതും പറയാനുള്ളവർക്ക് വിടുതലയക്കാൻ വേണ്ടി ആരുണ്ട്?
ദൂതനുണ്ട്. പക്ഷേ എനിക്ക് കഴിവില്ല, സാമർഥ്യമില്ല, സമ്പത്തില്ല, അറിവില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് വിടുതൽ തരാൻ ദൂതനെ അയച്ചവനുണ്ട്. അവർക്ക് വേണ്ടി ദൂതനെ അയക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൂതനെ അയച്ചവൻ വരുന്നൊരു മാർഗമുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ മാർഗം. ആ വിശ്വാസത്തിൻ്റെ മാർഗം ഇന്ന് പകൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്. ഇന്ന് നിന്റെ കിടക്കൽ തീരാൻ പോകുകയാണ്. ഇവിടെ നിന്റെ കിടപ്പ് അവസാനിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ചില കിടപ്പുകൾ അവസാനിക്കട്ടെ. വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വേദനകൾക്ക്, ചില കഷ്ടങ്ങൾക്ക്, ചില ഭാരങ്ങൾക്ക്, ചില നിന്ദകൾക്ക് ഇന്ന് പരിഹാരം വരട്ടെ. ഇന്ന് പകൽക്കാലം നിനക്കൊരു വിടുതൽ വേണ്ടേ? എന്റെ ദൈവം എന്നെ വിടുവിക്കുമെന്ന വിശ്വാസത്തോടെ ആമേൻ. എനിക്ക് കഴിവില്ല. ആമേൻ. തുടക്കം തൊട്ട് എന്നോട് ദൈവം സംസാരിച്ച വിഷയം ഇതാണ്. ആമേൻ. ഹല്ലേലൂയ. യഹോശാഫാത്ത് പറഞ്ഞു, എനിക്ക് കഴിവില്ല, ഈ സൈന്യത്തിൻ്റെ നേരെ ചെല്ലാൻ കഴിവില്ല, ഈ പ്രശ്നത്തിൻ്റെ നേരെ ചെല്ലാൻ കഴിവില്ല, എനിക്ക് കഴിവില്ല. പ്രൈസ് ഗോഡ്. അബ്രഹാം പറഞ്ഞത് അതുതന്നെയാണ്. മകനെ, നിന്നെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കഴിവില്ല. വേറൊരു ആട്ടിൻകുട്ടിയെ കിട്ടിയാൽ വേണമെങ്കിൽ നടന്നിരിക്കും. എന്നാൽ കഴിവില്ലാത്ത അബ്രഹാമിന് വേണ്ടി കഴിവുള്ള ഒരുവൻ പിൻപുറത്ത് കോലാട്ടുകൊറ്റൻ പെട്ടുവിടക്കുന്നത് പോലെ അവന് സഹായിച്ച പോലെ ഇന്ന് പകൽക്കാലം എൻ്റെ ഇസഹാക്ക് രക്ഷപ്പെടാൻ, എൻ്റെ മകൻ രക്ഷപ്പെടാൻ, അവൻ കഴിവില്ലാത്തവനാണെങ്കിലും കഴിവുള്ള ഒരുവൻ നിനക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിച്ച് ഇന്ന് പകൽ ഏറ്റെടുക്കാൻ കഴിയുന്നുവെങ്കിൽ മോറിയാമലയിൽ നടന്ന അത്ഭുതം നിന്റെ വീട്ടിൽ നടക്കും. മോറിയാമലയിൽ നടന്ന അത്ഭുതം നിന്റെ മക്കളിൽ നടക്കും. മോറിയാമലയിൽ നടന്ന അത്ഭുതം നിന്റെ ബിസിനസ്സിൽ നടക്കും. മോറിയാമലയിൽ നടന്ന അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കും. മോറിയാമലയിൽ നടന്ന അത്ഭുതം ഇന്ന് ഇവിടെ നടക്കും. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് നിലനിൽക്കുന്ന ഒരു വിടുതലാണ്, നിലനിൽക്കുന്ന ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ഒരിക്കൽ വളരെ വിഷമിച്ചാണ് ഇസഹാക്കിനെ വച്ചത്. പക്ഷെ ഇനി ഇസഹാക്കിനെ വയ്ക്കേണ്ടി വരത്തില്ല. അതുപോലുള്ളൊരു വിടുതൽ. ഇനി മല കയറേണ്ടി വരത്തില്ല, ഇനി തീയെടുക്കേണ്ടി വരത്തില്ല, ഇനി വിറകെടുക്കേണ്ടി വരത്തില്ല. ഇസഹാക്കെ, നീ ഇനി വിറക് ചുമക്കണ്ട. അഴിയട്ടെ. ഇനി ചുമടെടുക്കാൻ കഴിയാതെ വണ്ണം ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ തീരത്തക്കവണ്ണം ഇന്ന് പകൽക്കാലം ശക്തിയുടെ പ്രദർശനമായി മോറിയാമലയിൽ അനുഭവമായി മാറട്ടെ. മോറിയാമലയിൽ അനുഭവമായിട്ട് ഇന്ന് മാറണം. നിങ്ങളറിയാമോ, ഗോത്രപിതാക്കന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ സുഖിമാനായി ജീവിച്ച് മരിച്ചവൻ ആരാന്നറിയാമോ? ഇസഹാക്ക. പുള്ളിക്ക് വേട്ടയിറച്ചി, നല്ല തീറ്റ, നല്ല ആഹാരം, നല്ല ഭാര്യ, നല്ല മക്കൾ, ഇതൊക്കെയായിട്ട് അങ്ങനെ അങ്ങ് സന്തോഷത്തോടെ ജീവിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇസഹാക്കിൻ്റെ ജീവിതമായിരുന്നു ഗോത്രപിതാക്കന്മാരിൽ വെച്ച് ഏറ്റവും. ഈ യാക്കോബൊക്കെ ഇത് കഷ്ടപ്പെട്ടതിന് കണക്കില്ല, അബ്രഹാം ദശാന്തിരായിട്ട് നടന്നതിന് കണക്കില്ല. ഇസഹാക്ക് ഇരുന്ന് തിന്ന് കുടിച്ച് സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ചു. ഒറ്റ പ്രാവശ്യം വേണ്ടി 10 മിനിറ്റായിട്ട് ഇത്തിരി കഷ്ടം വന്നുള്ളൂ. അങ്ങനെ കഷ്ടം തീരണം. ഇന്ന് പകൽക്കാലം ഇസഹാക്കിൻ്റെ കഷ്ടം തീർന്നതുപോലെ നിന്റെ ജീവിതത്തിലെ കഷ്ടം ഈ മോറിയാമലയിൽ അവസാനിക്കത്തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കട്ടെ. ജീസസ്, ജീസസ്, in the name of Lord Jesus. കർത്താവേ, ഇത് പകൽക്കാലം അത്ഭുതങ്ങളുടെ ദൈവമായി, വിടുതലിന്റെ ദൈവമായി മോറിയാമലയിൽ പ്രത്യക്ഷപ്പെട്ട സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ. ആമേൻ. ഇനി എങ്ങനെ ഈ ക്ഷീണം മാറ്റുന്നതെന്നറിയാം. 68:9 സങ്കീർത്തനം 68:9. ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. ധാരാളം മഴ പെയ്യിച്ച് ക്ഷീണിച്ചിരുന്ന അവകാശത്തെ തണുപ്പിച്ചു. 3 വർഷം 6 മാസം മഴയില്ലാതെ ആകാശം അടഞ്ഞു കിടന്നത്.
ഇസ്രായേൽ മൊത്തം തകർന്ന് തരിപ്പണമായി. ദേശത്ത് പശുക്കളും മൃഗങ്ങളും എല്ലാം ചത്തൊടുങ്ങി. ഒടുവിൽ ദൈവത്തിന് സ്തോത്രം, അതിന് പരിഹാരം വന്നത് എങ്ങനെയാണെന്നറിയാമോ? കാർമേൽ പർവ്വതത്തിൽ ഒരാരാധന നടന്നു. ആ ആരാധന കഴിഞ്ഞ് ജനം വീട്ടിലെത്തുന്നതിന് മുമ്പ്, രാജാവ് വീട്ടിലെത്തുന്നതിന് മുൻപ് ആകാശം ക്ഷണത്തിൽ കറുത്തിരുണ്ടു. ഒരു ആരാധനയും ഒരു പ്രാർത്ഥനയും ഒരു വിശ്വാസവും കൂടി അങ്ങ് ചേർന്ന് കഴിഞ്ഞപ്പോൾ ആകാശം ക്ഷണത്തിൽ കറുത്തിരുണ്ടു. വൻ മഴ പെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലത്തെ ഈ ആരാധനയും ഈ വിശ്വാസവും ഈ പ്രാർത്ഥനയും ഈ പാട്ടും ഇതെല്ലാം കൂടി അങ്ങ് കർമ്മേൽ പർവ്വതത്തിൽ യോജിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഇവിടെ അങ്ങോട്ട് യോജിച്ച് കഴിയുമ്പോൾ നീ മടങ്ങി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ആകാശം ക്ഷണത്തിൽ കറുത്തിരുണ്ട് മൺമഴ പെയ്യുവാൻ. ഉറവല റബന ഗദന ജബല ഹസ്തുന ജബര ദലമല ഹന്തല ഔഡര ഗസ്തന ഹർഷല ബൗര രക്തത്താൽ ജയം. ആമേൻ. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 45-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ നിങ്ങൾ. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു. ആ ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു. പ്രൈസ് ഗോഡ്. മേഘം എന്തിനാ? മഴ പെയ്യിക്കാൻ. കാറ്റെന്തിനാ? ഇനിയും മേഘത്തെ കൊണ്ടുവരാൻ. ഇന്ന് പകൽ ചില കാറ്റുകൾ വീശിയെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു കൈപ്പത്തി പോലുള്ള മേഘമല്ല, പുതിയ മേഘങ്ങൾ കറുത്തിരുണ്ട മേഘങ്ങൾ അവൻ ഒഴുകി വരത്തക്കവണ്ണം, പറന്ന് വരത്തക്കവണ്ണം ദൈവകൃപ വ്യാപിച്ചിരുന്നെങ്കിൽ. ക്ഷണത്തിൽ, വാക്യം ഒന്നുകൂടെ വായിച്ച്. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു. മേഘവും കാറ്റും കൊണ്ട് കറുത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 43 തൊട്ടൊന്ന് വായിച്ചേ. തന്റെ ബാല്യക്കാരോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. 42 നോക്കി. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ രാജാവ് ഭക്ഷണം കഴിക്കാൻ പോയപ്പം ഏലിയാവ് പ്രാർത്ഥിക്കാൻ പോയി. ഒരു ആരാധന, പിന്നെ ഒരു പ്രാർത്ഥന, പിന്നെ ചെന്ന് നോക്കാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. വിശ്വാസം. ഇന്ന് ഇത് 3 ഇവിടെ ഉണ്ടോ? ഈ 3-ലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് എത്ര പേർക്ക് സാധിക്കും? ഒരാരാധന, ഒരു പ്രാർത്ഥന, ഇത് രണ്ടും കൂടെ ചേർന്ന് ആരാധന പ്ലസ് പ്രാർത്ഥന പ്ലസ് വിശ്വാസം. പ്രൈസ് ഗോഡ്. ഇതിനു മുമ്പ് ഇറങ്ങിയത് തീയാണെങ്കിൽ ഇനി പെയ്യേണ്ടത് മഴയാണ്. ഈ ആരാധനയിൽ കഴിഞ്ഞ നാളുകൾ ഇറങ്ങിയത് തീയാണെങ്കിൽ ഇനി ഇറങ്ങേണ്ടത് മഴയാണ്, ഇനി പെയ്യേണ്ടത് മഴയാണ്. ഉദാരബറ ഖത്തുനാജബല ഖത്തുനാജബല ശംബരബൗഡ രഗദ ജനബ രഗദ ശംബര ഖത്തര ബൗഡ ശംഭ. There shall be showers of blessing. This is the promise of God. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings raining, mercy drops from the sun falling, but for the showers we plead. There shall be showers of blessing, precious reviving again, over the hills and the valley, sound of abundance of rain. മഴയുടെ ശബ്ദം കാതുകളിൽ മുഴങ്ങട്ടെ. മഴയുടെ ശബ്ദം കാതുകളിൽ മുഴങ്ങട്ടെ. Showers of blessing raining, mercy from the sun falling, but for the showers we plead. There shall be showers of blessing, send them upon us, O Lord. Grant to us now a refreshing.
come and hold thy word. Showers of blessing, showers of blessing give me. Mercy drops round us are falling, but for the showers we plead. Ashish Mariyundaru Ananda Vagatame Merillu Rakshagan nalgum Ashwasakalangalе Ashisham പെയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ താദൈവമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ താദൈവമേ അശിഷമാരിയുണ്ടാവും വീണ്ടും ഉണർവുണ്ടാകുന്നു പള്ളങ്ങളിൽ വീണും കേവൻ മഴയിൽ സ്വരം ആശിഷമായി ആശിഷം പെയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ താദൈവമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ താദൈവമേ. ഇന്നൊരു മഴ പെയ്യുമെന്ന്, അനുഗ്രഹത്തിനൊരു മഴ എൻ്റെ വീട്ടിൽ പെയ്യുമെന്ന്, എൻ്റെ വിഷയത്തിൽ പെയ്യുമെന്ന് ഉറപ്പോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ എത്ര പേരുണ്ട്? Praise God. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ആശിഷമാരി പെയ്യേണ്ടതിന്, അത് പെയ്താൽ പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടത് എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം, യജമാനനെ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് ഒന്നെടുത്ത് വായിച്ചു നോക്കാം. യേശു അവനോട് എഴുന്നേറ്റ്, വാക്യം പറഞ്ഞ് വായിക്കൂ. 5:8. യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. പിന്നെ ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രൈസ് ഗോഡ്, നമ്മളാണ് ഈ പറഞ്ഞത്, കർത്താവേ എന്നെ വെള്ളത്തിലോട്ട് തള്ളിയിട്ടാൽ മതി, ഞാൻ എടുത്തിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞേനെ അല്ലേ? പോരാ, നീ വെള്ളത്തിലൊന്നും ചാടണ്ട, നീ ദൂതം കലക്കണം, അവിടെ കലക്കിക്കോട്ടെ, അവരൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാ, അവരൊക്കെ സൗഖ്യം മേടിച്ചോട്ടെ, പക്ഷെ നിനക്ക് സൗഖ്യം തരാൻ ഞാൻ വന്നേക്കുന്നത്. പ്രൈസ് ഗോഡ്. നീ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും കഷ്ടങ്ങളും നേരിട്ടറിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ അല്ലേ? 5-ാം വാക്യം എന്തുവാ? അവൻ കിടക്കുന്നത് അതിൻ്റെ മേളിൽ യേശു അറിഞ്ഞു. അതിൻ്റെ മേളിൽ തന്നെ അതിൻ്റെ 4-5 മറ്റുണ്ട്. അവൻ കിടക്കുന്നത് ഏറിയ കാലമായെന്ന് പറഞ്ഞോ? 6-ാം വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. അതിൻ്റെ 4-ാം വാക്യത്തിൽ 5-ൽ എഴുതിയിരിക്കുന്ന 38. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ 38 വർഷമായിട്ട് അവിടെ കിടക്കുക. യേശു മരിച്ചത് 33.5 വയസ്സില്ല. അപ്പം യേശു ജനിക്കുന്നതിനേക്കാളും 5 വർഷം മുമ്പ് ഇവൻ വന്ന് കിടക്കുക ഇവിടെ. മനസ്സിലായോ? അത്രയും നാൾ കിടന്നിട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല.
അപ്പോൾ അവൻ 38 വർഷമായി ഇവിടെ കിടക്കുന്നതാണെന്ന് യേശു മനസ്സിലാക്കി. നസ്രത്തിൽ യേശു മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പേ പുള്ളി കിടക്കുകയാണ്. ഒരു പ്രയോജനവും ഉണ്ടായില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, അവരൊക്കെ ദൂതനുണ്ട്, കഴിവുള്ളവനൊക്കെ ദൂതനുണ്ട്. അവരവിടെ പോയി സൗഖ്യമായിക്കോളും. നിനക്ക് കഴിവില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് നേരിട്ട് വന്നേക്കുകയാണ്. ഇപ്പം നീ ഒരു കാര്യം ചെയ്യാമോ? നീ വേറെ കുളമൊന്നും അന്വേഷിക്കാൻ പോകണ്ട, ചാടാനും പോകണ്ട, ഒന്നും വേണ്ട, നിന്റെ കിടക്കെടുത്ത് പൊക്കടാന്ന് പറഞ്ഞു. ആ നിമിഷത്തിൽ അനുസരിച്ചു. ആമേൻ. ഇന്ന് പകൽക്കാലം അനുസരിക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യാതെ, ബുദ്ധി നോക്കാതെ, ദൈവത്തിന് വേണ്ടി കർത്താവ് പറഞ്ഞത് അനുസരിക്കാൻ മനസ്സുള്ളവർ കരം ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ദൈവം പറഞ്ഞ് അനുസരിക്കാൻ വേറെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ ദൈവം പറഞ്ഞ് അനുസരിക്കുന്നവരുടെ മഹത്വം പറഞ്ഞ് ഞാൻ ഈ സങ്കീർത്തനത്തോടെ അവസാനിപ്പിക്കുന്ന ബാക്കിയൊക്കെ പിന്നെ എപ്പോഴെങ്കിലും പറയാം. 13-ാം വാക്യം, 68 സങ്കീർത്തനം 13-ാം വാക്യം. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു. അതിന്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. Thou ye have lean among the pots, yet shall ye have be the wings of the dove covered with silver, and her feathers with yellow gold. Praise God, hallelujah. ദൈവത്തെ അനുസരിച്ചാൽ നിന്റെ ചിറകുകൾ വെള്ളി കൊണ്ടും പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. അവസ്ഥയ്ക്ക് മാറ്റം വരും, തിളങ്ങും. ആരുണ്ട് ദൈവത്തെ അനുസരിക്കാൻ? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ അനുസരിക്കാൻ ആരുണ്ട്? നീ തിളങ്ങാൻ പോകുകയാണ്. നിന്റെ തലമുറ തിളങ്ങാൻ പോകുകയാണ്. ബിസിനസ് തിളങ്ങാൻ പോകുകയാണ്. ജോലി തിളങ്ങാൻ പോകുകയാണ്. വീട് തിളങ്ങാൻ പോകുകയാണ്. നിന്റെ സകലതും തിളങ്ങും. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്നിവിടെ അതിഥികളായി വന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ആരാധനയ്ക്ക് നിങ്ങളെ ദൈവം കൊണ്ടുവന്നതാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ ആദ്യമായി ആരാധനയ്ക്ക് ഇന്ന് വന്നിട്ടുള്ളവർ കരം ഉയർത്തിയൊരു സ്വത്രം പറയാമോ? ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ളവർ കരം ഉയർത്തിയൊരു സ്വത്രം ചെയ്യാമോ? ഹല്ലേലൂയ. നിങ്ങളിവിടെ കൊണ്ടുവന്നത് ആരൊക്കെയുണ്ട്? നിങ്ങളിവിടെ ആദ്യമായിട്ട് വന്നതല്ല, ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ തിളങ്ങണം. ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ഇരുണ്ട് പുക പിടിച്ച് ഒരു ചൈതന്യമില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് തിളങ്ങണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഒരു കാര്യം, അനുസരിക്കാൻ തയ്യാറാണോ? പ്രൈസ് ഗോഡ്. ഇന്ന് പകല് യേശുവെ ദാവീദ് പുത്ര കരുണ തോന്നണമെന്ന് വിളിച്ചപേക്ഷിക്കാനും അവൻ പറയുന്ന വചനത്തിൻ്റെ ആഴങ്ങളിൽ വചനം വായിച്ച് പ്രാർത്ഥിച്ച്, ഞാൻ പറഞ്ഞല്ലോ ആരാധന, പ്രാർത്ഥന, വിശ്വാസം, ഇത് മൂന്നും കൂടെ വരുമ്പം തണുപ്പിക്കുന്നവിടെ നിൻ്റെ അവകാശത്തെ തണുപ്പിച്ചു. ആ തണുപ്പിക്കുന്ന മഴ, അനുഗ്രഹത്തിൻ്റെ മഴ നിൻ്റെ വീട്ടിൽ പെയ്യാൻ ആരംഭിക്കും. ഈ ഇരിക്കുന്ന എല്ലാവരുടെയും അനുഭവത്തിൽ അതുപോലൊരു മഴ പെയ്തതാണ് അവരനുഗ്രഹിക്കപ്പെട്ടത്. ഇന്ന് ആ മഴ നിങ്ങളുടെ വീട്ടിൽ പെയ്യണം. അതിന് പ്രൈസ് ഗോഡ്. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ആ മഴ പെയ്യണം. നിന്നെ അനുസരിച്ച്, നിന്നെ സേവിച്ച്, നിന്നെ മാനിച്ച് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കർത്താവേ. അങ്ങനെ പറയാൻ മനസ്സുള്ളവരെ കരമുയർത്തിയാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ഒരു വൻ മഴയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിന് അതിഥികളായി വന്നിട്ടുള്ളവർക്ക് ഒരു സമയം ഞാൻ തരികയാണ്. അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു വൻ മഴ, ചെറിയ മഴയല്ല, അവകാശത്തെ തണുപ്പിച്ചിരിക്കുന്ന, ക്ഷീണിച്ച അവകാശത്തെ തണുപ്പിക്കുന്ന ഒരു വൻ മഴ പെയ്യിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് അതിനാണെങ്കിൽ അത് ദൈവം സാധിപ്പിച്ചെടുക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സാധിക്കട്ടെ, കുഞ്ഞുങ്ങളിൽ സാധിക്കട്ടെ, ആ ഇടപാടുകളിൽ സാധിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മുമ്പോട്ട് വരാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് ഇന്ന് പകൽക്കാലം ഈ വരുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ മുമ്പോട്ട് കടന്നു വന്നാട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു വലിയ വിടുതലിൻ്റെ മഴ കർത്താവേ ഈ ജീവിതങ്ങളുടെ മേൽ പകരുമാറാകണമേ, പെയ്യുമാറാകണമേ. നിന്റെ അത്ഭുതങ്ങളുടെ കരം ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറന ബല ഹതുന ജഗല ദംബ്ര ഷൗഡ രഗന ജലമ സൈത്തൽ ഖൗഡ അംദർ ഖൗദക ജനബല ഹദന ജനബ ഹംദര. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ദൈവമേ, ഇന്ന് പകല് നീ അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഒറ്റ മിനിറ്റ് കൊണ്ടാണ് അവൻ 38 വർഷമായ പ്രശ്നം മാറിയത്. ഒറ്റ
ഒരൊറ്റ മിനിറ്റ് കൊണ്ടാണ്. ഇന്ന് ഇന്ന് പകല് അതുപോലെ ചില വിഷയങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് മാറ്റം തരാൻ സ്വർഗത്തിന് ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ സഭയിലുള്ള വിശ്വാസികളായിട്ടുള്ളവർക്ക് ഇന്ന് പകൽ എനിക്കൊരു ആശ്വാസത്തിൻ്റെ മഴ എൻ്റെ ജീവിതത്തിൽ പെയ്യണം. അങ്ങനെയുള്ള ഒരു കരം ഉയർത്തിയാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യം നിങ്ങൾ ആ കരം ഇവരുടെ നേരെ നീട്ടിപ്പിടിച്ചാട്ട് ഇവരനുഗ്രഹിക്കപ്പെട്ടിട്ട് വേണം നമുക്ക് അനുഗ്രഹം മേടിക്കാൻ. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭാഗം വരുത്തി. ആ ഉയർന്ന കരങ്ങൾ ഈ നിൽക്കുന്നവരുടെ നേരെ നീട്ടിപ്പിടിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങൾ ഞാൻ പറയുന്ന പ്രാർത്ഥന ചൊല്ലിയാട്ട് ഈ നിൽക്കുന്നവരെ ഞാൻ പറയുന്ന പ്രാർത്ഥന, കർത്താവായിരിക്കുന്ന യേശുവേ, ഉറക്കപ്പുറ, കർത്താവായിരിക്കുന്ന യേശുവേ, അവിടുത്തെ പാദപീഠത്തിൽ അടിയൻ അടുത്തു വരുന്നു. ഇന്ന് പകൽ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യണമേ. യേശുക്രിസ്തു എൻ്റെ രക്ഷിതാവ്, യേശുക്രിസ്തു എൻ്റെ കർത്താവ്, യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നവൻ. യേശുവേ, എന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഇന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ജീവിതത്തിൽ ഏത് വിഷയമായാലും, എത്ര കഠിനമായ വിഷയമായാലും, എത്ര പഴക്കമുള്ള വിഷയമായാലും, be healed, be healed, be healed, be healed in the name of Lord Jesus. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, ഇന്ന് മുമ്പോട്ട് കടന്നു വന്ന് സമർപ്പിച്ച ഈ ജീവിതങ്ങളുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിശാചേ, നീ വിട്ടുമാറ്. കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറ്, വിഷയങ്ങളിൽ നിന്ന് വിട്ടുമാറ്, പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുമാറ്. ദൈവത്തിന്റെ അത്ഭുതകരമായ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി ഇന്ന് ചലിക്കാൻ ആരംഭിക്കട്ടെ. ഈ ആമേൻ കുളക്കളയിൽ 38 വർഷം കിടന്നവനെ എഴുന്നേൽപ്പിച്ച ദൈവശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. ഇനി കരം ഉയർത്തിപ്പിടിച്ചാട്ട് നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കാനാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഈ കരം ഉയർത്തിയിരിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി ഒരു വലിയ വിടുതലിൻ്റെ ആരാധനയായി ഇന്ന് നിങ്ങൾക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞല്ലോ. അനേകർക്ക് ദൂതനുണ്ട്, അനേകർക്ക് മന്ത്രിമാരുണ്ട്, അനേകർക്ക് മഹത്വക്കളുണ്ട്, അനേകരെ സഹായിക്കാൻ ആരുമുണ്ട്. കർത്താവേ, ഞങ്ങളെ സഹായിക്കാൻ നീയല്ലാതെ ആരുമില്ല. ഞങ്ങളെ സഹായിക്കാൻ യേശുവേ നീയല്ലാതെ ആരുമില്ല. ഞങ്ങളതുകൊണ്ട് ഈ ഞങ്ങളുടെ വലത്ത് കരങ്ങൾ നിങ്ങളിലേക്ക് ഉയർത്തുകയാണ്. ഈ കരത്തിൽ പിടിച്ച് ഞങ്ങളെ ഉയർത്തണമേ, ഞങ്ങളെ ഉദ്ധരിക്കണമേ. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് പോലും നിന്റെ പക്കലുള്ളതുകൊണ്ട് സ്തോത്രം. നീ ഞങ്ങളെ ഉദ്ധരിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ ഉദ്ധരിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ ഉദ്ധരിച്ച് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ വിടുതലിന്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കണമേ. ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, പഴക്കമുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ, പഴക്കമുള്ള വിഷയങ്ങൾക്ക് വിടുതലാകട്ടെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വിടുതലാകട്ടെ, കുടുംബ പ്രശ്നങ്ങൾക്ക് വിടുതലാകട്ടെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് കുടുംബം മാത്രമല്ല തലമുറയുടെ വിഷയങ്ങൾക്ക് വിടുതലാകട്ടെ. ഇന്ന് പകല് ഒരു വിടുതലിന്റെ ആരാധന ഞങ്ങൾക്ക് ഉണ്ടായി എന്ന് പറയത്തക്കവണ്ണം, ഇന്ന് പകൽ ഒരു വിടുതലിന്റെ ആരാധന ഞങ്ങൾക്കുണ്ടായി എന്ന് പറയത്തക്കവണ്ണം മരുഭൂമിയിൽ ഒരു നീരുറവ തുറക്കുന്നത് ഞങ്ങൾ കാണട്ടെ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണട്ടെ. നഷ്ടം കണ്ട സ്ഥാനത്ത്, ദുഃഖം കണ്ട സ്ഥാനത്ത്, കഷ്ടം കണ്ട സ്ഥാനത്ത് ഒരു വിടുതൽ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണട്ടെ. ആമേൻ, ആമേൻ. ഈ വചനങ്ങൾ ദൈവമാന്റെ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ.